ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ വനശലഭം, അധ്യായം 33. പഴയ സ്വഭാവം ദാസേട്ടൻ വീണ്ടും തുടങ്ങിയോ എന്നായിരുന്നു ദേവദത്തൻ്റെ ആശങ്ക. കഷ്ടിച്ച് 1 മാസമായതേയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. സന്ധ്യയ്ക്ക് മുൻപെങ്കിലും വീട്ടിലെത്തണ്ടേ? ദാസേട്ടൻ എന്നും ഇതുപോലെയാണോ? വരാൻ വൈകുമോ? ദേവദത്തൻ ചോദിച്ചു. ഊർമിള നിലത്തേക്ക് നോക്കി നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവദത്തൻ്റെ സംസാരം കേട്ട് പത്മാവതി അമ്മ അകത്തുനിന്നും വന്നു. അല്ല ദേവനോ, കഴിഞ്ഞയാഴ്ച നീ വരുമെന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചത്. തിരക്കുണ്ടായിരുന്നമ്മേ. പോയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഉടനെയെങ്ങും വരാൻ പറ്റില്ല എന്ന്. നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? കഴിക്കാൻ വല്ലതും എടുക്കണോ? അമ്മ ചോദിച്ചു. ചായ മതി, ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞ് മതി കഴിക്കുന്നത്. സുഭദ്രയോട് പറയാം ചായ ഉണ്ടാക്കാൻ. പത്മാവതി അമ്മ അകത്തേക്ക് പോയി. ദേവദത്തൻ ബാഗുമായി അയാളുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറക്കുമ്പോഴാണ് പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഊർമിള. എന്താ എടുത്തേ? ദേവദത്തിന് കുളിക്കാൻ ചൂടുവെള്ളമോ അതോ പച്ചവെള്ളമോ? ചൂടുവെള്ളമൊന്നും വേണ്ട. ദാസേട്ടന് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്, അതെടുക്കാം. ദാസേട്ടൻ വരുമ്പോഴേക്ക് വേറെ ചൂടാക്കിയാൽ മതിയല്ലോ. വേണ്ട ഏട്ടത്തി, പച്ചവെള്ളമാണ് സുഖം. ഊർമിളയ്ക്ക് മറ്റെന്തോ കൂടി പറയാനുണ്ടെന്ന് ദേവദത്തിന് തോന്നി. പക്ഷേ ഊർമിള സാവധാനം പിന്തിരിഞ്ഞു നടന്നു. വേഷം മാറി അയാൾ വീണ്ടും പൂമുഖത്തേക്ക് വന്നപ്പോൾ സുഭദ്ര ചായ കൊണ്ടുവന്നു. നല്ലയാളാ കൊച്ചേട്ടൻ. എത്ര നാളായി പോയിട്ട്? ഇടയ്ക്കൊന്നു വരാൻ തോന്നിയില്ലല്ലോ. അവൾ പരിഭവം പറഞ്ഞു. 1 മാസമല്ലേ ആയുള്ളൂ. ദേവദത്തൻ ചായ വാങ്ങി. പക്ഷേ ഒരുപാട് നാളായതുപോലെ. ദാസേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. എന്നും ഇങ്ങനാണോ? ദേവദത്തൻ ചോദിച്ചു. ചില ദിവസം വൈകാറുണ്ട്. പഴയ സ്വഭാവം വല്ലതുമുണ്ടോ ഇപ്പോൾ? അതൊന്നും മാറിയിട്ടില്ല കൊച്ചേട്ട. ഏടത്തിയെ കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലെ. അത് വല്ലതുമാണോ കാരണം? മിക്ക ദിവസവും കുടിച്ചിട്ടാണ് വരവ്. ഏടത്തി ഇരുന്ന് കരയും. ദേവദത്തിന് വലിയ വിഷമം തോന്നി. അമ്മ ദാസേട്ടനോടൊന്നും പറയാറില്ലേ? പറഞ്ഞിട്ടെന്താ ഫലം? വഴക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം മര്യാദ രാമനായിട്ട് വരും. അടുത്ത ദിവസം അതിനും കൂടി കുടിച്ചിട്ടായിരിക്കും വരവ്. കൊച്ചേട്ടൻ കാര്യമായിട്ടൊന്ന് ഗുണദോഷിക്കണം. ദേവദത്തൻ ഒന്നും പറഞ്ഞില്ല. ഒഴിഞ്ഞ ചായ ഗ്ലാസുമായി സുഭദ്ര തിരിച്ചുപോയി. ദാസൻ വരുന്നതും കാത്ത് അയാൾ പൂമുഖത്ത് തന്നെ ഇരുന്നു. പിന്നിൽ ഒരു നിഴൽ അനങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കി. ഊർമിളയാണ്. കുളിമുറിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, കുളിച്ചോളൂ, ഊർമിള പറഞ്ഞു. അയ്യോ, എന്തിനാ ഏടത്തി അതൊക്കെ ചെയ്യാൻ പോകുന്നത്? സുഭദ്രയെ പോലും ഞാനതൊന്നും അനുവദിക്കാറില്ല, സങ്കോചത്തോടെ ദേവൻ പറഞ്ഞു. എനിക്കും വേണ്ടേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ? കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയില്ലേ? ദേവദത്തൻ ചോദിച്ചു. പോയി. 1 തവണ വിരുന്നിന് പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോന്നത്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനുമൊക്കെ വന്നായിരുന്നു. ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയോ? ഇല്ല. അതെന്താ? ദാസേട്ടന് ലീവില്ലെന്ന് പറഞ്ഞു. കളിയും ചിരിയുമായി ഉല്ലാസത്തോടെ കഴിയേണ്ട നവവധുവാണ് നിൽക്കുന്നത്, വാട്ടം തട്ടിയ ചെന്താമര പൂ പോലെ. ദാസേട്ടൻ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത് എപ്പോഴാണെന്ന് ആർക്കറിയാം. ദേവദത്തൻ എഴുന്നേറ്റു. എണ്ണ കൊണ്ടുവരട്ടെ? വേണ്ട ഏടത്തി, ഞാൻ എടുത്തോളാം. കിണറ്റിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ധാരാളം വെള്ളം കോരിയൊഴിച്ച് ദേവദത്തൻ സുഖമായി കുളിച്ചു. കുളി കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഉന്മേഷം. സുഭദ്ര അലക്കിത്തേച്ചു വച്ചിരുന്ന മുണ്ടും ഷർട്ടും എടുത്ത് ധരിച്ച് മുടി ചീകി അയാൾ പൂമുഖത്തേക്ക് വന്നു. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ വരുന്ന ശബ്ദം കേട്ടു. ദാസേട്ടൻ്റെ ജാവയുടെ ശബ്ദം തന്നെ. ദേവദത്തൻ ചുവരിലെ ക്ലോക്കിൽ നോക്കി. മണി 8:30. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുറ്റമൊക്കെ കുളിപ്പിച്ചുകൊണ്ട് ദാസേട്ടൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നു വന്നു. വണ്ടി ഷെഡിൽ കയറ്റി വെച്ചിട്ട് ദാസൻ പടികേറി വന്നു. കാലുകൾക്ക് ഇടർച്ചയുണ്ടായിരുന്നു. ദേവദത്തിനെ കണ്ട് ദാസൻ ഒന്ന് പരുങ്ങി. നീ എപ്പം വന്നു? സന്തോഷം നടിച്ച് അയാൾ ചോദിച്ചു. അയാളുടെ വാക്കുകൾക്ക് ലേശം കുഴപ്പമുണ്ടായിരുന്നു. വാക്കുകളോടൊപ്പം വിസ്കിയുടെ ഗന്ധവും. കുറച്ചുനേരമായി. അയാളുടെ മുഖത്തു നിന്ന് കണ്ണുകളെടുക്കാതെ ദേവദത്തൻ പറഞ്ഞു. നിന്നാൽ വീണു പോകുമെന്ന് ഭയന്നിട്ടാവണം. ദാസൻ പെട്ടെന്ന് കസേരയിൽ പിടിച്ചു. ഈ അവസ്ഥയിൽ ടൗണിൽ നിന്ന് അപകടമൊന്നും കൂടാതെ ദാസേട്ടൻ എങ്ങനെ ഇവിടം വരെ എത്തി? എന്താ നേരത്തെ ഇങ്ങ് പോന്നേക്കാമെന്ന് വിചാരിച്ചത്? പരിഹാസത്തോടെ ദേവദത്തൻ ചോദിച്ചു. മനസ്സിലാകാത്ത മട്ടിൽ ദാസൻ അയാളെ നോക്കി. 10 മണിക്കല്ലേ ബാർ അടയ്ക്കുന്നത്? അതോ 11-നോ? അതുവരെ അവിടെ ഇരിക്കാമായിരുന്നല്ലോ. നീ എന്നെ കളിയാക്കുവാണോ? ദാസൻ ഒരു വിളറിയ ചിരി ചിരിച്ചു. ദാസേട്ടന് ലജ്ജയില്ലേ ഇങ്ങനെ കുടിച്ചിട്ട് കയറി വരാൻ? ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു.
അവിടാകുമ്പം ഇതൊന്നും കാണുകയും വേണ്ട, അറിയുകയും വേണ്ട. ചീ, നാണക്കേട്, വ്യസനത്തോടെ ദേവദത്തൻ പറഞ്ഞു. പത്മാവതി അമ്മ വാതിലിനടുത്ത് വന്നു നിന്നു. പിന്നിൽ ഊർമിളയും സുഭദ്രയും. ദേവ, നീ വിചാരിക്കും പോലൊന്നും എനിക്കിനി ദാസേട്ടൻ്റെ വിശദീകരണമൊന്നും കേൾക്കണ്ട. അമ്മയും സുഭദ്രയുമേ ഉണ്ടായിരുന്നുള്ളൂ മുൻപ്. ഇപ്പോൾ ദാസേട്ടൻ താലികെട്ടി കൈപിടിച്ചുകൊണ്ടുവന്ന ഒരു പാവം പെൺകുട്ടി കൂടിയുണ്ട് ഈ വീട്ടിൽ. അതെന്താ ദാസേട്ടൻ ഓർക്കാത്തെ? സന്ധ്യ കഴിഞ്ഞാൽ അവർക്കിവിടെ ആൺതുണ ദാസേട്ടനല്ലാതെ വേറാരാ ഉള്ളത്? ദേവദത്തിന് കോപവും സങ്കടവും വന്നു. ദേവ, ഇന്ന് മാത്രമേ ഒന്നും പറയണ്ട, എനിക്കറിയാം എല്ലാം. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ദേവ. ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ടൈപ്പിസ്റ്റിൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ച് ഇപ്പോൾ ദാസേട്ടൻ എന്നോടൊന്നും പറയണ്ട, സുബോധമായിട്ട് സംസാരിച്ചാൽ മതി. ദേവദത്തൻ അയാളുടെ മുറിയിലേക്ക് പോയി. പിന്നാലെ പത്മാവതി അമ്മയും ചെന്നു. ഞാൻ പറഞ്ഞ് മടുത്തു ദേവ. അവനിപ്പോൾ എന്നെ ഒരു വിലയുമില്ലാതായി. അതുകൊണ്ടിപ്പോൾ ഞാനൊന്നും പറയാറുമില്ല. വിവരത്തിന് ഒരു കത്തെഴുതിയിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ അമ്മേ, രോഷത്തോടെ ദേവദത്തൻ പറഞ്ഞു. നീ വന്നിട്ട് എന്ത് ചെയ്യാനാ ദേവ? ആര് പറഞ്ഞാലും അവൻ അനുസരിക്കുന്ന ലക്ഷണമില്ല. മിക്ക ദിവസവും കുടിച്ചിട്ടാ വരവ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. ആ പെണ്ണിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ദാസന് കിട്ടേണ്ട പെണ്ണല്ല ഊർമിള. പട്ടുപോലത്തെ സ്വഭാവമാണ്. ആരോടും മുഖം കറുത്ത് ഒരക്ഷരം പറയുന്നില്ല, നിന്ന കാണിക്കത്തുമില്ല. അവൻ എന്തു ചെയ്താലും അതൊക്കെ സഹിക്കും. വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്താനും അറിയാം. ദാസനിങ്ങനെ തലതിരിഞ്ഞു പോയല്ലോന്ന് ഓർക്കുമ്പോഴാ. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു, ശബ്ദമിടറി. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം അമ്മേ. മുൻപ് പലതവണ നീ സംസാരിച്ചു നോക്കിയിട്ടുള്ളതല്ലേ? എന്നിട്ടെന്ത് പ്രയോജനമുണ്ടായി? എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലമ്മേ. ഏടത്തിയുടെ വീട്ടിൽ ഇത് വല്ലതും അറിഞ്ഞാൽ എന്തൊരു നാണക്കേടാ. ഊർമിള ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ നിശബ്ദരായി അല്പനേരം നിന്നു. ചോറ് വിളമ്പട്ടെ? പത്മാവതിയമ്മ ചോദിച്ചു. ദേവൻ മൂളി. ദേവദത്തൻ ഊണുമുറിയിലേക്ക് ചെന്നു. ഊർമിള ഒരാൾക്കുള്ള അത്താഴം വിളമ്പുന്നു. കൈ കഴുകിക്കോളൂ, അയാളെ കണ്ട അവൾ പറഞ്ഞു. ദാസേട്ടൻ എവിടെ? ദേവദത്തൻ ചോദിച്ചു. വിശപ്പില്ലെന്ന്. ദേവദത്തൻ ഊർമിളയെ നോക്കി. ഏട്ടത്തി, ഒരു പ്ലേറ്റ് കൂടി എടുത്തു വയ്ക്കൂ. ദാസേട്ടന് ചിലപ്പോൾ കുട്ടികളുടെ സ്വഭാവമാ. ദേവദത്തൻ നേരെ ദാസന്റെ മുറിയിലേക്കാണ് ചെന്നത്. വേഷം മാറി ഒരു ലുങ്കി എടുത്തുടുത്ത് കണ്ണുകളടച്ച് കിടക്കുകയാണ് ദാസൻ. ദാസേട്ടാ, ദേവദത്തൻ സ്നേഹപൂർവ്വം വിളിച്ചു. അയാൾ കണ്ണു തുറന്നു നോക്കി. ഒന്നും കഴിക്കണ്ടേ? വേണ്ട. അതെന്താ? വിശപ്പില്ല. ദേവദത്തൻ അയാളുടെ അടുത്ത് കട്ടിലിലിരുന്നു. വിസ്കിയായിരുന്നോ അതോ ബ്രാൻഡിയോ റമ്മോ? അയാൾ കളിയാക്കി ചോദിച്ചു. ദാസൻ അയാളെ ഒന്ന് നോക്കി. കൂടെ എന്താ കഴിച്ചത്? പൊറോട്ടയും ബീഫും അതോ ചപ്പാത്തിയും ചിക്കനും? ഞാനൊന്നും കഴിച്ചില്ല, പ്രതിഷേധത്തോടെ ദാസൻ പറഞ്ഞു. അയ്യോ, പാടില്ല. വെറും വയറ്റിൽ മദ്യപിക്കരുതെന്ന അനുഭവജ്ഞാനമുള്ളവർ പറയുന്നത്. കുടൽ കരിഞ്ഞു പോകുമത്രേ. ദാസനൊന്നും പറഞ്ഞില്ല. എഴുന്നേറ്റ് വാ മര്യാദയ്ക്ക്. ദേവദത്തൻ ഏട്ടൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചു. എതിർപ്പൊന്നും പറയാതെ ദാസൻ എഴുന്നേറ്റ് അയാളോടൊപ്പം ചെന്നു. ഊണുമുറിയിൽ ഊർമിള കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ദാസനും ചോറ് വിളമ്പി. സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ള കറികളായിരുന്നെങ്കിലും അന്ന് അവയ്ക്കെല്ലാം രുചികരമായ വ്യത്യാസമുണ്ടെന്ന് ദേവദത്തന് തോന്നി. ആരാണ് സുഭദ്ര ഈ മീൻ പൊരിച്ചത്? ദേവദത്തൻ ചോദിച്ചു. ഏടത്തിയാണ് അടുക്കളയിലെ സർവാധികാരി. ഞങ്ങൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല, സുഭദ്ര പറഞ്ഞു. നന്നായിരിക്കുന്നു. ഊർമിളയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുടെ തിളക്കം കണ്ടു. നീ ഒരാഴ്ച ഇവിടുന്ന് ശരീരമൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് പോയാൽ മതി, ദാസൻ പറഞ്ഞു. ആദ്യം ഈ പറയുന്ന ആൾ ഒന്ന് നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നത്. അല്ല ദേവ, ഞാൻ പറഞ്ഞത്. മനസ്സിലായി, പറയണ്ട. ദാസനും ദേവദത്തനും സുഖമായി ഉണ്ടു. വിശപ്പില്ലെന്നും പറഞ്ഞ് കിടന്നയാളാ. ദാസന്റെ ഒഴിഞ്ഞ പ്ലേറ്റ് കണ്ട് ദേവദത്തൻ പറഞ്ഞു. ഊർമിള തൃപ്തിയോടെ അയാളെ നോക്കി. ഊണ് കഴിഞ്ഞ് 2 ചൂരൽ കസേരകളെടുത്ത് ദേവദത്തൻ മുറ്റത്ത് കൊണ്ടുചെന്നിട്ടു. അമ്മയും ഊർമിളയും സുഭദ്രയും ഊണ് കഴിക്കാനിരുന്നപ്പോൾ ദേവദത്തൻ ദാസനെ വിളിച്ചു. വാ ദാസേട്ടാ, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. ദാസൻ അയാളോടൊപ്പം ചെന്നു. ഇരിക്ക്. 2 പേരും കസേരയിൽ അഭിമുഖമായി ഇരുന്നു. ദേവദത്തൻ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് തുറന്ന് ദാസനെ നീട്ടി. അയാൾ ഒരു സിഗരറ്റ് എടുത്തു. ദേവദത്തനും ഒരു സിഗരറ്റ് എടുത്തിട്ട് തീപ്പെട്ടി ഉരച്ച് 2ഉം കത്തിച്ചു. ദാസേട്ടൻ എന്നും ഇപ്പോൾ കുടിച്ചിട്ടാണ് വരുന്നത് അല്ലേ? ദാസൻ ഒന്നും പറയാതെ തലതാഴ്ത്തിയിരുന്നു. ഇത് ശരിയാണോ ദാസേട്ടാ? ജീവിതത്തിൽ ഇത്തിരി നേരം പോക്കൊക്കെ വേണം, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ സ്ഥിരമായി കുടിക്കുന്നത് നല്ലതാണോ?
കല്യാണം കഴിച്ചിട്ട് അധിക ദിവസമായില്ലല്ലോ. ഏടത്തിക്ക് എന്തു തോന്നും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദാസേട്ടൻ? ഇതൊന്നും എന്നുമില്ല ദേവ. ഏടത്തിയുടെ വീട്ടിലൊന്ന് പോയതല്ലാതെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും പോയോ? ഇല്ല. അങ്ങനെയാണോ വേണ്ടത്? ബന്ധുവീട്ടിലൊക്കെ പോകേണ്ട സമയമല്ലേ ഇത്? ഒരു സിനിമ കാണാനോ ടൗണിൽ പോയി ഒരു സാരി വാങ്ങാനോ ഏടത്തിക്ക് ആഗ്രഹം കാണില്ലേ? ഇത് വല്ലതും ദാസേട്ടൻ ഓർത്തിട്ടുണ്ടോ? നിന്നോടവൾ വല്ലതും പറഞ്ഞോ? എന്നോടാരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ദാസേട്ടൻ ഇതൊന്നും ചെയ്തില്ല, ശരിയല്ലേ? കുടിക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇങ്ങനെ സ്വാർത്ഥനാകരുത് ദാസേട്ടാ. എനിക്കൊന്നും അറിയില്ല ദേവ. എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ദാസൻ ഇരു കൈകൊണ്ടും മുഖം പൊത്തി കരയാൻ തുടങ്ങി. ദേവദത്തൻ അമ്പരന്നുപോയി. അധ്യായം 34. ദാസേട്ടൻ്റെ കരച്ചിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ദേവദത്തൻ പെട്ടെന്ന് തലതിരിച്ചു നോക്കി. പുറത്ത് ആരുമുണ്ടായിരുന്നില്ല. എല്ലാവരും അത്താഴം കഴിക്കുകയായിരുന്നു. എന്താ ദാസേട്ട ഇത്? കൊച്ചുകുട്ടികളെപ്പോലെ. ദേവദത്തൻ എഴുന്നേറ്റ് ചെന്ന് അയാളുടെ കൈകളിൽ പിടിച്ചു. ചെയ്യുന്നത് തെറ്റാണെന്നറിയാൻ ദേവ. എന്നാലും വൈകുന്നേരമാകുമ്പോൾ എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഓഫീസ് വിട്ട് വരുമ്പം ബാർ കണ്ടാൽ വണ്ടി അറിയാതെ നിൽക്കും. നിസ്സഹായതയോടെ ദാസൻ പറഞ്ഞു. ദാസേട്ടൻ വരുന്നതും കാത്ത് ഒരു പെൺകുട്ടി ഈ വീട്ടിലിരിപ്പുണ്ട് എന്ന കാര്യം അപ്പോൾ ഓർമ്മ വരാറില്ലേ? ഉണ്ട്. പക്ഷേ ഏടത്തി ദേഷ്യപ്പെടാറില്ല. എതിർത്തൊരു വാക്കുപോലും പറയാറില്ല. അതുകൊണ്ടല്ലേ ദാസേട്ടൻ എന്നും ഇത് തുടരുന്നത്? ദേവദത്തൻ ചോദിച്ചു. ഊർമിള ഒരു പാവ, എനിക്കറിയാം. അത് ഓർക്കുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം, സങ്കടം. ഞാനിതൊന്നും വിശ്വസിക്കില്ല ദാസേട്ട. വേണമെന്ന് ആത്മാർത്ഥമായി വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല ഈ ഭൂമിയിൽ. മദ്യപാനം നിർത്തിയ മുഴുക്കുടിയന്മാരെ എനിക്കറിയാം. എന്നിട്ടാ ഇന്നലെ കുടിച്ചു തുടങ്ങിയ ദാസേട്ടൻ. നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആത്മാർത്ഥതയും വേണം. ദാസൻ തലയും കുമ്പിട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച ദാസേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. നിറദീപം പോലൊരു പെൺകുട്ടിയെയാണ് ദാസേട്ടൻ കഴുത്തിൽ താലികെട്ടി കൊണ്ടുവന്നത്. കണ്ടിട്ടിപ്പം ആ നിറദീപം കരിന്തിരി കത്തുകയാ. ദാസേട്ടനെ ഓർത്ത് ഏടത്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യണം ദേവ? നീ പറ, ഞാൻ അനുസരിക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലൊന്നുമല്ലല്ലോ ഇപ്പം ചെയ്യുന്നത്. ഇതുവരെയുള്ളത് പോട്ടെ, ഇനി പറ. ഓഫീസ് വിടുന്നത് 5 മണിക്കല്ലേ? ടൗണിൽ ചുറ്റിത്തിരിയാതെ നേരെ വീട്ടിൽ വരണം. അനാവശ്യമായ കൂട്ടുകെട്ടും ഒഴിവാക്കണം, ദേവദത്തൻ പറഞ്ഞു. എനിക്കിപ്പോൾ കൂട്ടുകാരൊന്നുമില്ല ദേവ. അപ്പോൾ തനിച്ച ഇപ്പം കൂടി അല്ലേ? ദേവദത്തൻ പരിഹാസത്തോടെ ചോദിച്ചു. ദാസൻ ഒന്നും മിണ്ടിയില്ല. രക്ഷപ്പെടണമെന്ന് ദാസേട്ടൻ തന്നെ ആഗ്രഹിക്കണം. എന്നാലേ കാര്യം നടക്കൂ. ഓഫീസ് വിട്ടാൽ നേരെ വീട്ടിൽ വരണം. ഏടത്തിയോടൊപ്പം കഴിയുന്നത്ര സമയം ചെലവഴിക്കണം. കുടിക്കണമെന്നുള്ള തോന്നൽ കുറേയൊക്കെ ഇല്ലാതാകും. ഏടത്തിയെയും കൊണ്ട് പുറത്തെവിടെയെങ്കിലും പോകണം. അവരും കുറച്ച് ഉല്ലസിക്കട്ടെ. ഞാൻ ശ്രമിക്കാൻ ദേവ. എനിക്ക് ഒരു സിഗരറ്റ് കൂടി തരൂ, ദാസൻ പറഞ്ഞു. ദേവദത്തൻ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് നീട്ടി. എന്താണ് നിന്റെ പ്ലാൻ? സിഗരറ്റ് എടുത്തുകൊണ്ട് ദാസൻ ചോദിച്ചു. എൻ്റെ പ്ലാനോ? ദേവദത്തന് മനസ്സിലായില്ല. കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ദേവദത്തൻ ചിരിച്ചു. ദാസേട്ടൻ കല്യാണം കഴിച്ച പ്രായം വെച്ച് നോക്കിയാൽ എനിക്കിനി 2-3 വർഷത്തെ സമയം കൂടിയുണ്ട്. ഞാനിത്തിരി വൈകിപ്പോയി. നിനക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായമാണ്. ഇനി നീട്ടിവെക്കണ്ട. അമ്മയ്ക്കും ധൃതിയുണ്ടെന്ന് തോന്നുന്നു നിന്റെ കാര്യത്തിൽ, ദാസൻ പറഞ്ഞു. ശരി, നമുക്കതേക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. ദാസേട്ടൻ 3 മാസം കുടിക്കാതിരിക്കണം. എങ്കിൽ 4-ാം മാസം ഞാൻ കല്യാണം കഴിക്കുന്നു. സമ്മതിച്ചോ? ദാസൻ അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു. ഇത്തിരി പ്രയാസമാണ് പെട്ടെന്നങ്ങ് നിർത്താൻ. പക്ഷേ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. ആ ഉറപ്പ് മതി എനിക്ക്. പൂമുഖത്ത് ഊർമിള വന്നു നിൽക്കുന്നത് അപ്പോഴാണ് ദേവദത്തൻ കണ്ടത്. ഏടത്തിക്ക് കിടക്കാറായെന്ന് തോന്നുന്നു. ദാസേട്ടൻ ചെല്ല്. ദാസൻ എഴുന്നേറ്റു. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല, സമയമാകുന്നതേയുള്ളൂ. ദാസൻ പൂമുഖത്ത് കയറി ചെന്നു. ഊർമിളയോട് അയാൾ എന്തോ പറയുന്നത് ദേവദത്തൻ കണ്ടു. അവർ 2 പേരും കൂടി അകത്തേക്ക് കയറിപ്പോയി. ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെ നോക്കി ദേവദത്തനിരുന്നു. രാത്രിക്ക് തണുപ്പേറുകയായിരുന്നു. കാറ്റിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധം. യാത്രാക്ഷീണമുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് സുഭദ്ര മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. നീളൻ പാവാടയും ഇറക്കമുള്ള ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കൊച്ചേട്ടന് ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. എനിക്ക് കിടക്കാറായില്ല. നേരത്തെ ദാസനിരുന്ന കസേരയിൽ അവളിരുന്നു. വല്യേട്ടനെ വിളിച്ചിരുത്തി സംസാരിക്കുന്നത് കണ്ടല്ലോ.
ഉപദേശമായിരുന്നോ? സുഭദ്ര ചോദിച്ചു. ലേശം. നേരെയാകുമോ? എനിക്ക് സംശയമാണ്. എങ്ങനെയെങ്കിലും നമുക്ക് നേരെയാക്കി എടുക്കണ്ടേ സുഭദ്രേ? ഞാനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അത് വിജയിക്കുമോ എന്ന് നോക്കാം. എന്ത് കണ്ടീഷൻ? ഞാൻ കല്യാണം കഴിച്ചു കാണാൻ ദാസേട്ടൻ ആഗ്രഹം. 3 മാസം കുടിക്കാതിരിക്കാമെങ്കിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. കൊച്ചേട്ടന് നിത്യബ്രഹ്മചാരിയായി കഴിയാനാ യോഗം എന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ട് ദേവദത്തൻ ചിരിച്ചു. തമാശയല്ല. ദാസേട്ടൻ കുടി നിർത്തിയാലേ ഞാൻ കല്യാണം കഴിക്കൂ. അതിരിക്കട്ടെ, കൊച്ചേട്ടൻ്റെ ആളിനെ പിന്നെ കണ്ടോ? സുഭദ്ര ചോദിച്ചു. എൻ്റെ ആളോ? അവൾ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലെന്ന മട്ടിൽ അയാൾ നോക്കി. താരയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നീ ആരോടെങ്കിലും പറഞ്ഞോ അവളെക്കുറിച്ച്? ഇല്ല കൊച്ചേട്ട. ഏടത്തിയോട് പറഞ്ഞാലോ എന്ന് ഓർത്തതാണ്. പക്ഷെ പറഞ്ഞില്ല. നന്നായി. തൽക്കാലം ഒന്നും പറയണ്ട. എന്നെക്കുറിച്ച് ഏടത്തി എന്തു വിചാരിക്കും? ഇനി ഒരു രഹസ്യം പറയാൻ സുഭദ്രേ. താര ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ കൂടെ താമസിക്കുകയാണെന്നല്ല അർത്ഥം. താരയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്ത കാര്യവും താമസ സൗകര്യവും ഏർപ്പെടുത്തി കൊടുത്തത് എവിടെയാണെന്നും ദേവദത്തൻ അവളോട് വിശദമായി പറഞ്ഞു. വിനീത ബുക്ക് ഹൗസ് അല്ലേ? അതെ. ഇനി എന്തിനാ കൊച്ചേട്ട വച്ച് നീട്ടുന്നത്? പെണ്ണിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. ഇവിടെ ഇനി തടസ്സവുമില്ല. പിന്നെന്താ? താരയുടെ അമ്മ പെട്ടെന്നൊന്നും സമ്മതം തരില്ല സുഭദ്രേ. വലിയ സമ്പന്നരാണ് അവർ. അവരുടെ നിലയും വിലയും ഒക്കെ നോക്കിയാൽ നമ്മൾ ആരുമല്ല. ഇനിയിപ്പം ചെന്ന് ചോദിക്കാതിരിക്കാനും പറ്റില്ല. അവളുടെ അമ്മ ഒരു പയ്യനെ കണ്ടുവച്ചു കഴിഞ്ഞെന്നാണ് ഒടുവിലത്തെ അറിവ്. കൊച്ചേട്ടൻ ധൈര്യമായി ചെന്ന് ചോദിക്കണം. രണ്ടിലൊന്ന് അറിയാമല്ലോ. ദേവദത്തൻ തലകുലുക്കി. നിനക്ക് കിടക്കാറായില്ലേ ദേവ? പത്മാവതി അമ്മ വിളിച്ചു ചോദിച്ചോ. വരുന്നമ്മേ. ദേവദത്തനും സുഭദ്രയും എഴുന്നേറ്റു. ഇരുന്ന കസേരകളും അവർ എടുത്തു. ക്ലോക്കിൽ മണി 10. ബാഗിൽ നിന്ന് ഒരു പുതിയ കവിതാ സമാഹാരം എടുത്ത് ദേവൻ വായിച്ചു തുടങ്ങി. പക്ഷേ അയാളുടെ മനസ്സ് വായനയിൽ മുഴുകാൻ തയ്യാറായില്ല. താരയെക്കുറിച്ചായിരുന്നു ചിന്ത. കൗസല്യാദേവിയെ ചെന്ന് കാണണം. തനിച്ചു പോയാൽ മതിയോ? അതോ ദാസേട്ടനെയും അമ്മയെയും വിടുകയാണോ നല്ലത്? താരയോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാം. രാവിലെ ദേവദത്തൻ നേരത്തെ ഉണർന്നു. മഞ്ഞുണ്ടായിരുന്നു. വെളിച്ചമായിട്ടില്ല. അടുക്കളയിൽ ലൈറ്റ് കണ്ട് അയാൾ അങ്ങോട്ട് ചെന്നു. ഊർമിളയായിരുന്നു അടുക്കളയിൽ. ഉണർന്നോ? ഇപ്പം കാപ്പി തരാം. പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. കുളി കഴിഞ്ഞ് ഈറൻ മുടി തുമ്പുകെട്ടിയിട്ടിരിക്കുന്നു. ഈശ്വര, ഈ തണുപ്പത്ത് ഏടത്തി കുളിച്ചോ? ദേവദത്തൻ അത്ഭുതപ്പെട്ടു. പതിവാണ്. അതുകൊണ്ട് തണുപ്പൊന്നും പ്രശ്നമല്ല. ഊർമിള കാപ്പി പകർന്നു കൊടുത്തു. കാപ്പിയുമായി ദേവൻ പൂമുഖത്തേക്ക് ചെന്നു. അവിടെ നിലവിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. പിന്നെയും കുറേ നേരം കഴിഞ്ഞാണ് സുഭദ്ര എഴുന്നേറ്റ് വന്നത്. ഒരു ഏടത്തിയെ കിട്ടിയപ്പോഴേക്കും നീ മടിച്ചിയായി അല്ലേ? മടിയല്ല കൊച്ചേട്ട. തണുപ്പ് കാരണം അറിയാതങ്ങ് ഉറങ്ങിപ്പോയതാ. ദേവദത്തൻ വീടിൻ്റെ പിന്നിലെ പറമ്പിൽ കുറച്ചു നേരം ചുറ്റി നടന്നു. കുലവാഴകൾ തേടി അണ്ണാറക്കണ്ണൻ തുള്ളിച്ചാടി നടക്കുന്നു. പിന്നിൽ കരിയിലകളിൽ അമരുന്ന കാലൊച്ച കേട്ടപ്പോൾ ദേവദത്തൻ തിരിഞ്ഞു നോക്കി. ഊർമിളയാണ്. കയ്യിൽ ഒരു പേനക്കത്തി. മനസ്സിൽ കവിത എഴുതുകയായിരുന്നോ? അല്ല, ഞാൻ വെറുതെ. ഇപ്പോൾ കവിതയൊന്നും കാണാറില്ലല്ലോ. എഴുതാറില്ല, അതുകൊണ്ടാണ്. അതെന്തേ? മനഃപൂർവ്വമല്ല എഴുതുന്നതും എഴുതാതിരിക്കുന്നതും. മനസ്സിലായ മട്ടിൽ അവൾ ചിരിച്ചു. കുറച്ച് വാഴയില മുറിക്കാൻ വന്നതാണ് ഞാൻ. ഊർമിള പറഞ്ഞു. ആ കത്തി ഇങ്ങ് തരൂ. ദേവദത്തൻ കൈ നീട്ടി. കത്തി വാങ്ങി അയാൾ കുറേ നാക്കിലകൾ മുറിച്ചെടുത്തു. ഊർമിള അത് നോക്കി നിന്നു. ദാസേട്ടൻ ഉണർന്നില്ലേ ഇതുവരെ? ദേവദത്തൻ ചോദിച്ചു. ഉണർന്നു, പക്ഷേ എഴുന്നേറ്റില്ല. മുറിച്ചെടുത്ത ഇലകൾ അയാൾ അവളുടെ കയ്യിൽ കൊടുത്തു. ദാസേട്ടനെക്കുറിച്ച് ഞാൻ ഏടത്തിയോട് സംസാരിക്കുവാനിരിക്കുകയായിരുന്നു. എന്താണെന്ന അർത്ഥത്തിൽ ഊർമിള അയാളെ നോക്കി. ദാസേട്ടൻ്റെ പോക്കത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഊർമിളയുടെ മുഖത്തെ പ്രസന്നത മാഞ്ഞു. ദാസേട്ടൻ ഇപ്പോൾ അധിക ദിവസവും കുടിച്ചിട്ടല്ലേ വരുന്നത്? അതേക്കുറിച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരമുണ്ടായിട്ടുണ്ടോ? ഇല്ല. കുടിച്ചിട്ട് വരുന്നവരെ എനിക്ക് ഭയമാ. അതുകൊണ്ട് ആ നേരത്ത് ഞാനൊന്നും ചോദിക്കാറില്ല. ഒരു ദിവസം രാവിലെ ചോദിച്ചപ്പം ഇനി കുടിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നു. പക്ഷെ അന്ന് വൈകുന്നേരം വന്നപ്പം ഊർമിളയുടെ കണ്ണ് നിറഞ്ഞു. അത് പറ്റില്ല ഏടത്തി. സഹിക്കാനും പൊറുക്കാനും മാത്രമുള്ളവളല്ല ഭാര്യ. ചോദ്യം ചോദിക്കാനും എതിർക്കാനും അവൾക്ക് അവകാശമുണ്ട്. ഊർമിള ഒന്നും മിണ്ടാതെ നിന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ഇന്നലെ രാത്രി ദാസേട്ടനുമായി സംസാരിച്ചിരുന്നു. ഏടത്തിയും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ. എനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ വയ്യ. സ്വയം വിഷമിക്കുന്നതാണ് അതിലും എളുപ്പം അല്ലേ? തുളുമ്പാറായ കണ്ണുകളോടെ അവൾ അയാളെ നോക്കുക മാത്രം ചെയ്തു. വരൂ, പോകാം. ദേവദത്തൻ വീട്ടിലേക്ക് നടന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് പിന്നാലെ അവളും.
ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് അന്ന് ദാസൻ പുറത്തേക്ക് പോയില്ല. വൈകുന്നേരം ടൗൺ വരെ ഒന്ന് പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ദേവദത്തൻ അയാളെ തനിച്ചു പോകാൻ അനുവദിച്ചില്ല. പോണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഏടത്തിയെ കൂടി കൊണ്ടുപോകൂ, ഒരു സിനിമ കണ്ടിട്ട് വന്നാലും മതി. ദാസൻ അത് സമ്മതിച്ചു. സിനിമയ്ക്ക് പോകാൻ ഊർമിള സുഭദ്രയെയും വിളിച്ചു. പക്ഷേ സുഭദ്ര പോയില്ല. ഏടത്തിയെ കൊണ്ടുചെന്ന് തിയേറ്ററിലിരുത്തിയിട്ട് ദാസേട്ടൻ ബാർ അന്വേഷിച്ചു പോകരുത്, മനസ്സിലായോ? അവർ പോകും മുമ്പ് ദേവദത്തൻ അയാളോട് രഹസ്യമായി പറഞ്ഞു. നീ പോ ദേവ. ദാസൻ കോപം നടിച്ചു. ഒന്നും പറയണ്ട, ദാസേട്ടൻ അതിന് മടിക്കത്തില്ല, എനിക്കറിയാം. സിനിമ കഴിഞ്ഞ് രണ്ടുപേരും വന്നപ്പോൾ 10 മണിയായി. ഊർമിള ആഹ്ലാദവതിയായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞ് പോകും ദാസേട്ട. ദാസൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവദത്തൻ പറഞ്ഞു. ഇനി എന്ന് വരുന്നീ? അടുത്ത ആഴ്ച കഴിഞ്ഞ് വരാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമോ? ഏത് കാര്യം? നിന്റെ കല്യാണക്കാര്യം. ദേവദത്തൻ ചിരിച്ചു. അത് നമുക്ക് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാസൻ പോയി. പത്രം വായിച്ചുകൊണ്ട് ദേവദത്തൻ മുൻവശത്ത് കുറേ നേരം ഇരുന്നു. അപ്പോഴാണ് ഊർമിള അയാളുടെ അടുത്തേക്ക് ചെന്നത്. ഇന്ന് പോണോ? നാളെ വെളുപ്പിന് പോയാൽ പോരെ? അവൾ ചോദിച്ചു. ഉച്ചകഴിഞ്ഞ് പോയാൽ സന്ധ്യയാകുമ്പോഴേക്ക് അങ്ങ് ചെല്ലും. രാവിലെ പോയാൽ 12 മണിയെങ്കിലും ആകാതെ. സർക്കാർ ഓഫീസൊന്നുമല്ലല്ലോ. 10 മുതൽ 5 വരെയാണോ ആഴ്ചപ്പതിപ്പിൻ്റെ ഓഫീസിലും ജോലി? ഊർമിള ചോദിച്ചു. അല്ല. നാളെ പോയാൽ പോരെ? വലിയ കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. മതി, അയാൾ സമ്മതിച്ചു. അവൾ കൃതജ്ഞതയോടെ പുഞ്ചിരിച്ചു. അധ്യായം 35. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ അല്പനേരം ഒന്ന് കിടന്നു മയങ്ങിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ദേവദത്തൻ. വാതിലിനടുത്ത് ഒരു നിഴൽ കണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഊർമിളയായിരുന്നു അത്. ദേവദത്തൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഉറങ്ങാൻ കിടക്കുകയായിരുന്നു അല്ലേ? ഊർമിള ചോദിച്ചു. അല്ല, ഏടത്തി വരൂ. ഊർമിള അകത്തേക്ക് കിടന്നു. കവിയുടെ മുറിയിൽ നിറയെ പുസ്തകങ്ങളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒഴിഞ്ഞ അലമാര കണ്ട് അവൾ പറഞ്ഞു. ദേവദത്തൻ വരുമ്പോഴേ അയാളുടെ മുറി തുറക്കാറുള്ളൂ. തുറന്നു കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവൾ ഒരിക്കലും സുഭദ്രയോട് പറഞ്ഞിട്ടില്ല. പുസ്തകങ്ങളൊക്കെ അവിടെ എൻ്റെ മുറിയിലാണ് ഏടത്തി. ഇവിടെ വെച്ചിരുന്നാൽ ആരും വായിക്കാനില്ലല്ലോ. സുഭദ്രയ്ക്ക് ആഴ്ചപ്പതിപ്പുകളിലെ നോവലുകളാണിഷ്ടം. അമ്മയ്ക്കാണെങ്കിൽ രാമായണവും ഭാഗവതവും അല്ലാതെ വേറൊന്നും കൈകൊണ്ട് തൊടുകയില്ല. ദാസേട്ടന് വായിക്കാൻ സമയവുമില്ല. എനിക്കാണെങ്കിൽ പകൽ ഇഷ്ടം പോലെ സമയമുണ്ട്. എന്തെങ്കിലും വായിക്കാനിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചേട്ടൻ വരട്ടെ എന്നാണ് അവൾ പറഞ്ഞത്. ഊർമിള പറഞ്ഞു. കട്ടിലിൻ്റെ കീഴിൽ ഒരു വലിയ സൂട്ട്കേസ് നിറയെ പുസ്തകങ്ങളുണ്ട്. കോളേജ് പഠനകാലത്ത് അയാൾ വായിച്ച പുസ്തകങ്ങൾ. ലോക ക്ലാസിക്കുകൾ മുതൽ ഡിറ്റക്റ്റീവ് നോവലുകൾ വരെ. നോവലോ കഥയോ കവിതയോ ഏതാണ് ഇടത്തിക്കിഷ്ടം? എല്ലാം എനിക്ക് ദഹിക്കും, പുഞ്ചിരിയോടെ ഊർമിള പറഞ്ഞു. ദേവദത്തൻ കട്ടിലിൻ്റെ കീഴിൽ നിന്ന് സൂട്ട്കേസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഏടത്തിക്ക് ഇഷ്ടമുള്ളതെടുത്ത് വായിക്കാം. തീരുമ്പോൾ ഞാൻ വേറെ കൊണ്ടുവന്ന് തരാം. ദേവദത്തൻ സൂട്ട്കേസ് തുറന്നപ്പോൾ ഊർമിള ചില പുസ്തകങ്ങളെടുത്ത് മറിച്ചു നോക്കി. ഏടത്തിയുടേത് നേരം പോക്കിനുള്ള വായനയോ അതോ? നേരം പോക്കാനും കൂടിയാണ് ഞാൻ വായിക്കുന്നത്. സൗകര്യം പോലെ ആവശ്യമുള്ള പുസ്തകങ്ങളെടുത്ത് വായിച്ചോളൂ. ഞാൻ ഇവിടില്ലെന്ന് വിചാരിച്ച് ഈ മുറിയിൽ വരാൻ മടിക്കുകയൊന്നും വേണ്ട. ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ഇല്ല, നാളെ പോയാലും ഒരു കുഴപ്പവുമില്ല. ദാസേട്ടൻ വരുമ്പോൾ ദേവദത്തിനെ കണ്ട് അത്ഭുതപ്പെടും. അതിനും കൂടെ നാളെ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. ശരിയാണ്. എൻ്റെ അഭ്യർത്ഥന ദാസേട്ടൻ തള്ളിക്കളഞ്ഞോ എന്നും അറിയാമല്ലോ. പരീക്ഷിക്കാനാണ് ദേവദത്തൻ പോകാതെ നിൽക്കുന്നതെന്ന് ദാസേട്ടൻ സംശയിക്കുമോ? ഇല്ല, ദാസേട്ടൻ ആൾ പാവമാണ്. ദേവദത്തൻ ഇനി കുറച്ചുനേരം വിശ്രമിക്കൂ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഒരു മലയാളം നോവൽ എടുത്തുകൊണ്ടാണ് ഊർമിള മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്ദുലേഖ. ഒന്ന് മയങ്ങാൻ കിടന്നെങ്കിലും 4 മണിയായപ്പോൾ ദേവദത്തൻ ഉണർന്നു. ചായയും കൊണ്ട് സുഭദ്രയാണ് വന്നത്. ഒരു പ്ലേറ്റിൽ 4-5 ചൂടുള്ള പരിപ്പ് വടയും കൊണ്ടുവന്നു വച്ചു. ഏടത്തി ഉണ്ടാക്കിയതാണിത്. നന്നായിട്ടുണ്ടോ എന്ന് കൊച്ചേട്ടനോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞു. ആര്? ഊർമിള ഏടത്തി. അല്ലാതാരാ? പരിപ്പുവട കഴിച്ച ശേഷം ദേവൻ പറഞ്ഞു. നന്നായിട്ടുണ്ട് സുഭദ്രേ. കൊച്ചേട്ടൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ വട വല്യേട്ടന് കൊടുക്കൂ എന്നും പറഞ്ഞിരിക്കുകയാണ് ഏടത്തി. അത് കേട്ടുകൊണ്ടുവന്ന പത്മാവതിയമ്മ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവൾ ഉണ്ടാക്കുന്ന കറികൾക്കും പലഹാരങ്ങൾക്കും പ്രത്യേക സ്വാദുണ്ട് ദേവ. അവൾ അരയ്ക്കുന്ന ചമ്മന്തി മാത്രം മതി ചോറുണ്ണാൻ. അമ്മയുടെ തടി ഇത്തിരി കൂടിയതിൻ്റെ രഹസ്യം എനിക്കിപ്പോൾ മനസ്സിലായി. പോടാ, പത്മാവതി അമ്മ പറഞ്ഞു. 5:30 ദാസൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നു വന്നു. അല്ല, നീ പോയില്ലേ? ദേവദത്തിനെ കണ്ട് ദാസൻ ചോദിച്ചു. പ്രോഗ്രാം മാറ്റി ദാസേട്ടാ. നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു.
ഇതാ ദാസേട്ടനു വേണ്ടി പ്രിയതമ്മ പരിപ്പുവട ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ദാസൻ വടയെടുത്ത് ഒന്ന് കടിച്ചു. എങ്ങനുണ്ട്? ദേവദത്തൻ ചോദിച്ചു. കൊള്ളാം, പരിപ്പുവടയും റമ്മും നല്ല കോമ്പിനേഷനാ. ശബ്ദം താഴ്ത്തി ദാസൻ പറഞ്ഞു. എന്താ, കൊതി തോന്നുന്നുണ്ടോ? പരിഹാസത്തോടെ ദേവദത്തൻ ചോദിച്ചു. കൊതിച്ചിട്ടും പ്രയോജനമൊന്നുമില്ലല്ലോ. അനുജന്റെ ഉഗ്രശാസന ജ്യേഷ്ഠൻ അനുസരിക്കേണ്ടി വന്നിരിക്കുകയല്ലേ. കലികാലം എന്നല്ലാതെ എന്തു പറയാൻ? ദേവദത്തൻ ചിരിച്ചു. ദാസേട്ടൻ്റെ രസത്തിനു വേണ്ടി ഞങ്ങൾ 3-4 പേരുടെ മനസ്സുഖം നഷ്ടപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ ദേവ. പിറ്റേന്ന് ഊർമിളയാണ് ദേവദത്തിനെ വിളിച്ചുണർത്തിയത്. കവലയിൽ നിന്ന് ടൗണിലേക്കുള്ള ആദ്യ ബസ് 6 മണിക്കാണ്. കുളിക്കണമെങ്കിൽ വെള്ളം ചൂടാക്കാം, ഊർമിള പറഞ്ഞു. വേണ്ട ഏടത്തി, അങ്ങ് ചെന്നാലും കുളിച്ച് ഫ്രഷാകാതെ ഓഫീസിൽ പോകാൻ പറ്റില്ല. അയാൾ ബാഗിൽ വസ്ത്രങ്ങൾ വെച്ചപ്പോഴേക്കും ഊർമിള ചായ കൊണ്ടുവന്നു. ഞാൻ കാരണം ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല ഏടത്തി, കഴിയുന്നത്ര ദിവസം ഇവിടെ നിങ്ങളുടെ അടുത്ത് കഴിയാനാണ് എനിക്കിഷ്ടം. ഇനി എന്ന് വരും? 2 ആഴ്ച കഴിഞ്ഞ്. വല്ലപ്പോഴും വരണം. ദാസേട്ടൻ അതൊരു ആശ്വാസമായിരിക്കും. ഇനി വരുമ്പോൾ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരാം. ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ദേവദത്തൻ അമ്മയെ മാത്രം വിളിച്ചുണർത്തി യാത്ര പറഞ്ഞു. ദാസേട്ടനെ വിളിക്കണ്ട, ഉണരുമ്പോൾ ഞാൻ പോയിന്ന് പറഞ്ഞാൽ മതി. ഊർമിള തലകുലുക്കി. നേരം ശരിക്കും വെളുത്തിരുന്നില്ല. ഊർമിള പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു. ഞാൻ പോയിട്ട് വരട്ടെ ഏടത്തി? ബാഗെടുത്ത് ദേവദത്തൻ ചോദിച്ചു. അയാൾ മുറ്റത്തേക്കിറങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നിന്നു. അത് കണ്ട് ഊർമിളയും മുറ്റത്തേക്കിറങ്ങിച്ചെന്നു. ദാസേട്ടൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ എന്നെ അറിയിക്കണം. ഊർമിള തലകുലുക്കി. പത്മാവതി അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. 6 മണിയായോ ദേവ? അമ്മ ചോദിച്ചു. 10 മിനിറ്റുണ്ടല്ലോ ഇനി. എന്നാലിനി വൈകണ്ട. ദേവദത്തൻ ബാഗും തൂക്കി വേഗം നടന്നു. താമസ സ്ഥലത്ത് ചെന്ന് കുളിച്ച് വേഷം മാറിയാണ് ഓഫീസിലെത്തിയത്. അയാൾ ചെന്നപ്പോൾ അനിതയും രമേശും ഉണ്ടായിരുന്നു. ദേവൻ വരുമ്പോൾ വിനീത ബുക്ക് ഹൗസിലേക്ക് വിളിക്കണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. താരയാണോ? സിറ്റിയിൽ വേറെ ആരുണ്ട് നിന്നെക്കുറിച്ച് ഓർമ്മയുള്ളവർ? രമേശ് ചോദിച്ചു. ദേവദത്തൻ അപ്പോൾ തന്നെ താരയ്ക്ക് ഫോൺ ചെയ്തു. ഞാനിപ്പോഴാ താരേ വന്നത്. വീട്ടിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ദേവേട്ട. അമ്മ ഹാപ്പിയാണ്. പക്ഷേ പുറമേ കാണുന്നതല്ലോ എൻ്റെ യഥാർത്ഥ അമ്മ. വൈകുന്നേരം കാണില്ലേ? കാണണം. അതിനാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത്. കുറച്ച് അത്യാവശ്യ ജോലികളുണ്ടായിരുന്നു ദത്തന്. ഊണ് കഴിച്ച് വന്നാണ് അയാൾ എല്ലാം തീർത്തത്. വൈകുന്നേരം താരയെ കണ്ട് പതിവ് പോലെ അവർ ചായ കുടിക്കാൻ പോയി. അമ്മ തന്ന 6 മാസത്തെ ഇളവിൽ 2 മാസം തീർന്നിരിക്കുകയല്ലേ താരെ? വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഇതേക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഇല്ല ദേവേട്ട. വക്കീലിന് ഇപ്പോൾ എന്തോ താല്പര്യക്കുറവുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ 6 മാസത്തെ സമയം അയാൾ ചോദിക്കില്ലായിരുന്നല്ലോ. ആ ആലോചന തേഞ്ഞുമാഞ്ഞു പോകാനാണ് സാധ്യത, താര പറഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? താരയെ എനിക്ക് തരാമോ എന്ന് ഞാൻ ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്കട്ടെ? താര ഒന്നും പറയാതെ അയാളെ നോക്കി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. സമയമായെന്ന് ദേവേട്ടന് തോന്നുന്നുണ്ടോ? അതെ, സമയമായി താരേ. ഞാൻ വിവാഹം കഴിച്ചു കാണാൻ അമ്മയ്ക്കും ദാസേട്ടനും ധൃതിയുണ്ടെന്ന് തോന്നുന്നു. ദാസേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാനും സ്വതന്ത്രനായല്ലോ. എങ്കിൽ ദേവേട്ടൻ ചെന്ന് അമ്മയെ കാണൂ, സന്തോഷത്തോടെ അവൾ പറഞ്ഞു. അമ്മ അനുകൂലമല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഒരു താലി വാങ്ങിച്ച് ദേവേട്ടന് എൻ്റെ കഴുത്തിൽ ചാർത്താമോ? ഇവിടെ ദേവേട്ടന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മതി. പിന്നെ ദേവേട്ടൻ്റെ ബന്ധുക്കളും, താര പറഞ്ഞു. അയാൾ കൈ നീട്ടി അവളുടെ കൈ പിടിച്ചു. ഇത്തിരി കൂടി ശുഭാപ്തി വിശ്വാസം ആകാം താരെ. ദേവേട്ടൻ തന്നെ അമ്മയെ കാണാൻ ചെല്ലുന്നതായിരിക്കും നല്ലതെന്ന് ആയിരുന്നു താരയുടെ അഭിപ്രായം. അടുത്ത ഞായറാഴ്ച പോകാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ അമ്മയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്കാം, എന്താ? ശരി. പിറ്റേ ദിവസം താര കൗസല്യദേവിക്ക് ഫോൺ ചെയ്തു. അമ്മേ, അടുത്ത ഞായറാഴ്ച വീട്ടിൽ കാണുമോ? അവൾ ചോദിച്ചു. ഇല്ലല്ലോ താരെ, ഒരു കല്യാണമുണ്ട്. എന്താ കാര്യം? എൻ്റെ ഫ്രണ്ട് അമ്മയെ കാണാൻ വരുന്നുണ്ട്. പേര് ദേവദത്തൻ, പത്രപ്രവർത്തകൻ കൂടിയാണ്. എന്തിനാ താരെ, വല്ല ഇൻ്റർവ്യൂവിനോ മറ്റോ ആണോ? അല്ലമ്മേ, ഇതൊരു പേഴ്സണൽ കാര്യത്തിനാ. എങ്കിൽ പിന്നത്തെ ഞായറാഴ്ച വരാൻ പറയട്ടെ? പറഞ്ഞോളൂ. അന്ന് ദേവദത്തനെ കണ്ടപ്പോൾ അക്കാര്യം താര അയാളോട് പറഞ്ഞു. ആ ഞായറാഴ്ച വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞതാണ്. അത് ഒരാഴ്ച കൂടി മാറ്റിവെക്കേണ്ടി വരും. സാരമില്ല. താരയുടെ അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ തലേ ശനിയാഴ്ച ദേവദത്തിന് ഓഫീസിലൊരു ഫോൺ കോൾ വന്നു. ദാസനാണ് വിളിച്ചത്, പതിവില്ലാതെ. എന്താ ദാസേട്ടാ? ഉത്കണ്ഠയോടെ ദേവൻ ചോദിച്ചു.
കഴിഞ്ഞയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ വരാതിരുന്നത്? ചെറിയ ഒരസൗകര്യമുണ്ടായി ദേവേട്ട. അടുത്തയാഴ്ച വരാം, തീർച്ച. ഇപ്പോൾ എന്താ വിളിച്ചേ? ഊർമിളയ്ക്കൊരു വിശേഷമുണ്ട്. അഭിനന്ദനങ്ങൾ ദാസേട്ട, ആഹ്ലാദത്തോടെ ദേവൻ പറഞ്ഞു. ഓഫീസിൽ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞു. ഒരു പാർട്ടി വേണമെന്ന് അവരൊക്കെ പറയുന്നു. തിങ്കളാഴ്ച നടത്താമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ദാസൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. പഴയ സ്വഭാവം ഇപ്പോഴുമുണ്ടോ? ഇല്ല ദേവ, 6 മണിക്ക് മുൻപ് ഞാനിപ്പം വീട്ടിലെത്താറുണ്ട്, ദാസൻ പറഞ്ഞു. ശരി, അടുത്തയാഴ്ച ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. എൻ്റെ സന്തോഷം ഏടത്തിയെ അറിയിക്കണം. ശരി. ദാസേട്ടന് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അതിൻ്റെ സന്തോഷം മുഴുവൻ ദാസേട്ടൻ്റെ സംസാരത്തിലുണ്ട്. പിറ്റേ ദിവസം രാവിലെ ദേവദത്തൻ താരയുടെ വീട്ടിലേക്ക് പോയി. വിചാരിച്ചതിലധികം വലിപ്പമുള്ള വീട്. അയാൾക്ക് സങ്കോചം തോന്നാതിരുന്നില്ല. മിസ്റ്റർ ദേവദത്തൻ വരുന്ന കാര്യം താര അറിയിച്ചിരുന്നു. ഇരിക്കൂ, എന്താ വിശേഷിച്ച്? കൗസല്യദേവി ചോദിച്ചു. താരയുടെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും താരയും 2 വർഷത്തോളമായി സുഹൃത്തുക്കളാണ്. താരയെ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഖവരിയൊന്നും കൂടാതെ ദേവദത്തൻ പറഞ്ഞു. ആശ്ചര്യഭാവത്തിൽ അവർ അവനെ നോക്കി. താര ഇക്കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആയതേയുള്ളൂ. അത് കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇതുവരെ. കൗസല്യദേവി വ്യസനഭാവത്തിൽ തല ചലിപ്പിച്ചു. വൈകിപ്പോയി ദേവദത്ത. താരയുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. അക്കാര്യം അവൾ പറഞ്ഞില്ലേ? ഒരു ആലോചനയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് നീട്ടിവെച്ചിരിക്കുകയാണെന്നാണ്. അതെ, നീട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷേ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ വാക്കുകൊടുത്തതാണ്. ഇനിയൊരു വ്യത്യാസവും വരുത്താൻ സാധിക്കില്ല, കൗസല്യദേവി പറഞ്ഞു. ദേവനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അവർ ചോദിച്ചു മനസ്സിലാക്കി. ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ. താരയ്ക്ക് ആ വിവാഹത്തിൽ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. എന്നോടങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇക്കാര്യത്തിൽ ദേവൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വാക്ക് പാലിക്കാൻ എന്നെ സഹായിക്കണം. അയാൾ ഒന്നും പറഞ്ഞില്ല. തിരിച്ചു വന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ താരയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ തരുമായിരുന്നെന്ന് അമ്മ പറഞ്ഞോ? അവൾ ചോദിച്ചു. അങ്ങനെയാണ് സൂചിപ്പിച്ചത്. എന്തായാലും നിന്നെ ആ വക്കീലിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല താരേ. അമ്മ ഇക്കാര്യം വിളിച്ചു ചോദിച്ചാൽ നയത്തിൽ നിന്നാൽ മതി. പിണക്കണ്ട. 1 മാസത്തിനുള്ളിൽ നമുക്ക്. അത് മതി ദേവേട്ട, താര പുഞ്ചിരിച്ചു. പിറ്റേ ദിവസം രാവിലെ ദേവന് ഒരു ഫോൺ കോൾ വന്നു. നാട്ടിൽ നിന്ന് സുഭദ്രയാണ് വിളിച്ചത്. ഇന്നലെ രാത്രിയിൽ ദാസേട്ടനൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കൊച്ചേട്ട. ആശുപത്രിയില്ല. സീരിയസാ. കൊച്ചേട്ടൻ ഉടൻ വരണം. സുഭദ്ര കരയുകയായിരുന്നു. ഞാനിതാ വരുന്നു, ആദിയോട് ദേവൻ പറഞ്ഞു. അയാൾ ചെന്നപ്പോഴേക്കും ദാസൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അധ്യായം 36. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ദാസൻ്റെ മൃതദേഹം വിട്ടുകിട്ടിയപ്പോൾ ഉച്ച കഴിഞ്ഞു. ആരോ ആംബുലൻസ് വിളിച്ചുകൊണ്ടുവന്നു. എന്നാലിനി നമുക്ക് വീട്ടിലേക്ക് പോകരുതോ ദേവദത്ത? ആരോ ചോദിച്ചു. ദേവദത്തൻ തലകുലുക്കി. ആശുപത്രിയിൽ ഒരുപാട് പേർ എത്തിയിരുന്നു. ബന്ധുക്കൾ, പരിചയക്കാർ, ദാസൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകർ. കുട്ടികളുടെ വാർഡിന് മുന്നിൽ ഒരു കാട്ടുചെമ്പകമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കിട്ടിയ സിമൻ്റ് പടിയിൽ മരവിച്ച മനസ്സുമായി ഇരിക്കുകയായിരുന്നു ദേവദത്തൻ. സുഭദ്രയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഓഫീസിൽ മാത്രം അറിയിച്ചിട്ട് ടാക്സി പിടിച്ച് അപ്പോൾ തന്നെ പുറപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. അലമുറയിടുന്ന ഊർമിള, അമ്മ, സുഭദ്ര. എന്താണ് പറയേണ്ടതെന്നോ ആരെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്നോ അറിയാതെ ദേവദത്തൻ പകച്ചു നിന്നു. പിന്നെ വിങ്ങിപ്പൊട്ടലുകൾക്കിടയിൽ സുഭദ്രയാണ് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞത്. കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷം പ്രമാണിച്ച് തലേദിവസം ഓഫീസിൽ ഒരു ചായ സൽക്കാരം നടത്തി ദാസേട്ടൻ. വൈകുന്നേരം സുഹൃത്തുക്കൾക്ക് ബാറിൽ വെച്ച് മറ്റൊരു പാർട്ടിയും. പാർട്ടി അവസാനിച്ചപ്പോൾ രാത്രി 8 മണി. ദാസൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ പോകണ്ടെന്ന് സുഹൃത്തുക്കൾ തീർത്തു പറഞ്ഞതാണ്. വീട്ടിൽ കൊണ്ടുവിടാൻ ഒരാൾ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തതുമാണ്. പക്ഷേ ദാസൻ വഴങ്ങിയില്ല. വിധി, അല്ലാതെന്തു പറയാൻ. ട്രിപ്പ് കഴിഞ്ഞു വന്ന ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാതെയാണ് ബസ് വന്നതെന്ന് കണ്ടുനിന്നവർ പറയുന്നു. ദാസൻ തെറിച്ച് റോഡിൻ്റെ നടുവിലേക്ക് വീണു. തലയ്ക്കാണ് ക്ഷതമേറ്റത്. അപ്പോൾ തന്നെ ആശുപത്രിയിലെത്തിച്ചു. 2 ചെവികളിലൂടെയും രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ ഒന്നും പറയാൻ തയ്യാറായില്ല. രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ, വാ ദേവദത്ത, നമുക്ക് പോകാം, ആരോ ചുമലിൽ തൊട്ടു. അയാൾ മെല്ലെ എഴുന്നേറ്റു. ആംബുലൻസ് വീട്ടിലെത്തിയപ്പോൾ വഴിയിലും മുറ്റത്തും ആളുകൾ കാത്തു നിൽക്കുന്നു. നേരത്തെ തന്നെ അമ്മയെയും ഊർമിളയെയും സുഭദ്രയെയും ടാക്സിയിൽ വീട്ടിലേക്ക് അയച്ചിരുന്നു.
ഊർമിളയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബന്ധുക്കളും എത്തിയിരുന്നു. ഒപ്പം മാലതിക്കുട്ടിയും. കല്യാണാലോചനയുടെ ആദ്യ അവസാനക്കാരിയായതിനാൽ മാലതിക്കുട്ടി എപ്പോഴും കരയുകയായിരുന്നു. പൂമുഖത്ത് നീണ്ട വാഴയില മുറിച്ചിട്ട് ദാസനെ കിടത്തി. നിലവിളക്ക് ചന്ദനത്തിരി ദഹിപ്പിക്കുകയല്ലേ ദേവ? ഏതോ കാരണവർ ചോദിച്ചു. അമ്മ ഇരിക്കുമ്പോൾ മറ്റാരോ സംശയം പറഞ്ഞു. അതൊന്നും നോക്കാനില്ല, അപകട മരണമാണ്. ദഹിപ്പിക്കുക തന്നെ വേണം. അസ്ഥിയെടുത്ത് പുണ്യതീർത്ഥങ്ങളിൽ ഒഴുക്കണം. എന്നാലേ ആത്മാവിന് മോക്ഷം കിട്ടൂ. ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ അപ്പോഴും ദേവദത്തിന് കഴിഞ്ഞിരുന്നില്ല. ചോരപ്പാടുകളുള്ള ദാസേട്ടൻ്റെ മുഖം ഒരു നോക്ക് മാത്രമേ കണ്ടുള്ളൂ. മനസ്സ് തകർന്നുപോയി. എല്ലാം ഒരു ദുസ്വപ്നം പോലെ. എപ്പോഴാണ് ഞെട്ടിയുണരാൻ കഴിയുക? എത്ര നേരമാണ് ഇത് സഹിച്ചിരിക്കുക? വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ആളുകൾ അറിഞ്ഞുകേട്ട് എത്തുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ ചോദിച്ചു. എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ദേവദത്തൻ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. ഊർമിള തളർന്ന് ബോധമില്ലാതെ കിടക്കുന്നു. മുറി നിറയെ സ്ത്രീകൾ. അയാളുടെ മുറി മാത്രം അടഞ്ഞുകിടക്കുന്നു. വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു. ദേവനെ അന്വേഷിക്കുന്നു. ഓഫീസിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. ദേവദത്തൻ പുറത്തേക്കിറങ്ങിച്ചെന്നു. പത്രം ഓഫീസിലെ കാർ കണ്ടു. എഡിറ്റർ ബാബുസാറുണ്ട്. ഒപ്പം രമേശും അനിതയും ഓഫീസിലെ 2-3 ജീവനക്കാരും. റീത്തുമായിട്ടാണ് അവർ വന്നത്. ഹരീന്ദ്രബാബു വന്ന് കൈപിടിച്ചു. എങ്ങനെയായിരുന്നു ദേവ? അറിയാവുന്ന കാര്യങ്ങൾ ദേവദത്തൻ ചുരുക്കി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാർ വന്നു. ഭാനുചന്ദ്രനാണ് ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങിയത്. പിന്നാലെ താരയും ശാലിനിയും. അറിഞ്ഞ ഉടൻ പുറപ്പെടുകയായിരുന്നു ദേവ, ഭാനുചന്ദ്രൻ പറഞ്ഞു. എവിടെ എടത്തി? താര ചോദിച്ചു. അകത്തുണ്ടെന്ന് ദേവദത്തൻ ആംഗ്യം കാട്ടി. ശാലിനിയെയും കൂട്ടി അവൾ അകത്തേക്ക് കയറിപ്പോയി. സമയം വൈകുകയായിരുന്നു. ഇനി ആരെങ്കിലും വരാനുണ്ടോ ദേവദത്ത? നാട്ടുപ്രമാണിമാരിൽ ഒരാൾ വന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ ചടങ്ങുകൾ തുടങ്ങുകയല്ലേ? ആവട്ടെ. മൃതദേഹം കുളിപ്പിച്ച് മുറ്റത്തേക്കെടുത്ത് കിടത്തി. ആരാ കർമ്മം ചെയ്യുക? ദേവദത്തൻ അല്ലാതാരാ? ആരോ ഒരു കോടിമുണ്ടെടുത്തുകൊണ്ട് വന്ന് ദേവദത്തന് കൊടുത്തു. കുളത്തിൽ പോയി 3 തവണ മുങ്ങി. കോടിമുണ്ട് ഈറിനുടുത്ത് അയാൾ നിന്നു. നമസ്കരിക്കാനുള്ളവർ വരാൻ പറയൂ. ആദ്യം വന്നത് സുഭദ്രയാണ്. പിന്നെ ഊർമിള. ആരോ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് ഊർമിളയെ കൊണ്ടുവന്നത്. കരഞ്ഞു കരഞ്ഞ് അവർ വാടിത്തളർന്നു. ദാസന്റെ ദേഹത്തേക്ക് അവൾ വീഴുകയായിരുന്നു. അവളുടെ അഴിഞ്ഞ മുടി ചിതറി വീണ് ദാസന്റെ മുഖം മറഞ്ഞു. ആരോ അവളെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി. ദാസനെ ചിതയിലേക്കെടുത്തപ്പോൾ വീണ്ടും വീട്ടിനുള്ളിൽ അലമുറയുയർന്നു. അമ്മയുടെ ശബ്ദമാണ് ഉയർന്നു കേട്ടത്. ചടങ്ങുകൾ വേഗം തീർക്കുകയായിരുന്നു. അരിയും പൂവും എള്ളും ജലവും നൽകി ഒടുവിൽ ദാസന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ ദേവദത്തൻ്റെ ഉള്ളുലഞ്ഞു. ആദ്യമായി അയാളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. അതുവരെ അയാൾ പിടിച്ചു നിൽക്കുകയായിരുന്നു. സന്ധ്യയാകും മുമ്പ് ചിതയ്ക്ക് തീ കൊളുത്തി. ഇനി കുഞ്ഞു പോയി കുളിച്ച് വേഷം മാറിക്കോളൂ. ബാക്കിയൊക്കെ ഞാനേറ്റു, കാർമികൻ പറഞ്ഞു. ദേവദത്തൻ കുളി കഴിഞ്ഞ് വേഷം ധരിച്ചു വന്നപ്പോഴേക്കും മിക്കവരും യാത്ര പറഞ്ഞു പിരിഞ്ഞിരുന്നു. അയാളെ കാത്ത് ചിലർ മാത്രം നിന്നു. താര, ഭാനുചന്ദ്രൻ, ശാലിനി, രമേശ്. എത്ര ദിവസത്തെ കർമ്മങ്ങളുണ്ട് ദേവ? രമേശ് ചോദിച്ചു. 5 അല്ലെങ്കിൽ 7. എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നാണ് ബാബുസാർ പോകുമ്പോൾ പറഞ്ഞത്. ദേവദത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരവസരത്തിലാവും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, ശാലിനി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ശാലിനി ജീവിതം. ഏടത്തിയെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അന്ന് കല്യാണത്തിന് കണ്ട വധുവാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. 3 മാസം മുമ്പ്. നിറകണ്ണുകളോടെ താര പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല. സന്ധ്യയായല്ലോ ദേവ, ഇനി ഞങ്ങളിറങ്ങട്ടെ? ഭാനുചന്ദ്രൻ ചോദിച്ചു. ദേവദത്തൻ തല കുലുക്കി. ഓരോരുത്തരായി കാറിൽ കയറി. ഒടുവിലാണ് താര കയറിയത്. അധികം വൈകാതെ ഞാൻ വരാം, ദേവദത്തൻ പറഞ്ഞു. എല്ലാവരുടെയും വിഷമമൊന്നടങ്ങട്ടെ, എന്നിട്ട് മതി. താരയുടെ സ്വരം ഇടറി. അവർ പോയി. മിക്കവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞിരുന്നു. അടുത്ത ബന്ധുക്കൾ മാത്രം വീട്ടിൽ അവശേഷിച്ചു. ചിതയിലെ അഗ്നിക്ക് ശക്തിയേറുകയായിരുന്നു. സുഭദ്ര ഒരു ഗ്ലാസ് ചായയുമായി വന്നു. ഇത് കുടിക്കു കൊച്ചേട്ടാ. അയാൾ ചായ വാങ്ങി. അമ്മയും ഏടത്തിയും എന്തു ചെയ്യുന്നു? 2 പേരും കിടപ്പാണ്. വിളിച്ചിട്ട് മൂളുന്നു പോലുമില്ല. ഇന്ന് ജലപാനം കഴിച്ചതല്ലോ. സുഭദ്ര വിളിച്ച് കുറച്ച് ചായയെങ്കിലും കഴിപ്പിക്കണം, ദേവദത്തൻ പറഞ്ഞു. അവൾ തലകുലുക്കി. ദേവദത്തൻ തെക്കുവശത്തെ വരാന്തയിൽ ചെന്നിരുന്നു. ചിത എരിയുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ കാർമികൻ ഇരിക്കുന്നു. ദാസേട്ടൻ ഇനി ഒരു ഓർമ്മ മാത്രം.
ഭൗതികമായ ഒരു പിടി ചാരവും കരിഞ്ഞ കുറേ അസ്ഥികളും അവശേഷിച്ചുകൊണ്ട് ദാസേട്ടൻ മറ്റേതോ ലോകത്തേക്ക് പോയിരിക്കുന്നു. ഇണങ്ങുകയും പിണങ്ങുകയും കോപിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ദാസേട്ടൻ സ്നേഹമെന്നും ദൗർബല്യമായിരുന്ന ഒരു പാവം മനുഷ്യൻ. ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തിരുശേഷിപ്പ് അകത്തൊരു മുറിയിൽ ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും ഇടയിൽ കരഞ്ഞു തളർന്നു കിടക്കുന്നു. എന്നും ഓർമ്മിക്കുവാൻ ഏടത്തിയുടെ ഉദരത്തിൽ സ്വന്തം ജീവൻ ഒരു പൊടുപ്പ് സമ്മാനിച്ചിട്ടാണ് ദാസേട്ടൻ പോയിരിക്കുന്നത്. എത്ര നേരം വരാന്തയിലെ തൂണിൽ ചാരിയിരുന്നെന്ന് ദേവദത്തിന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. നല്ല ക്ഷീണം. എപ്പോഴോ കണ്ണുകൾ താനേ അടഞ്ഞു. ഉണർന്നപ്പോൾ പാതിര കഴിഞ്ഞു. മഞ്ഞ് വീണു തുടങ്ങി. ചിതയിൽ തീക്കനലുകളുടെ തിളക്കം മാത്രം. പല മുറികളിലും വെളിച്ചമുണ്ട്. പക്ഷേ വീട് നിശബ്ദം. പൂമുഖത്ത് വിരിച്ച പുൽപ്പായകളിൽ ആരൊക്കെയോ ഉറങ്ങുന്നു. ദേവദത്തൻ മുറിയിൽ ചെന്ന് കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. രാവിലെ മുറിയിലേക്ക് ഊർമിളയുടെ അച്ഛൻ ശിവശങ്കരൻ നായർ കയറി വന്നു. ദേവദത്തൻ എഴുന്നേറ്റു. അച്ഛൻ ഇരിക്കൂ. ശിവശങ്കരൻ നായർ കസേര നീക്കിയിട്ടിരുന്നു. അല്പനേരത്തേക്ക് ആരും ഒന്നും സംസാരിച്ചില്ല. ഊർമിളയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ദേവദത്ത. പക്ഷെ അതേക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള സമയമല്ല ഇപ്പോൾ എന്നെനിക്കറിയാം. ഞാൻ സൂചിപ്പിച്ചെന്നേയുള്ളൂ. ഒടുവിൽ ശിവശങ്കരൻ നായർ പറഞ്ഞു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ദേവദത്തിന് വ്യക്തമായില്ല. സഞ്ചയനം കഴിയുന്നതുവരെ അവളുടെ അമ്മ ഇവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ചില അത്യാവശ്യങ്ങളുണ്ട്. അച്ഛൻ പോയിട്ട് വരൂ, ദേവദത്തൻ പറഞ്ഞു. ശിവശങ്കരൻ നായർ എഴുന്നേറ്റു. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഒക്കെ എൻ്റെ മോളുടെ വിധിയാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ജീവിതം എന്താണെന്ന് അറിയും മുൻപേ വിധവയാകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ്. കൂടുതലൊന്നും പറയാതെ അദ്ദേഹം മെല്ലെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഉച്ചയായപ്പോൾ 2 പോലീസുകാർ വന്നു. അപകടത്തിൻ്റെ മഹസർ എഴുതുന്നതിൻ്റെ ഭാഗമായി വിവരങ്ങൾ അന്വേഷിക്കാൻ. അറിയാവുന്ന വിവരങ്ങൾ ദേവദത്തൻ പറഞ്ഞു. മോട്ടോർ സൈക്കിൾ സ്റ്റേഷനിലുണ്ട്. എപ്പം വേണമെങ്കിലും വന്ന് കൊണ്ടുപോകാം. പോകും മുമ്പ് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. ശരി. ദാസേട്ടൻ്റെ വണ്ടിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഒട്ടും ആഗ്രഹം തോന്നിയില്ല ദേവദത്തിന്. അയാൾ മെല്ലെ ഊർമിളയുടെ മുറിയിലേക്ക് ചെന്നു. ദേവദത്തൻ ചെന്നപ്പോൾ ഉയർത്തിവെച്ച കാൽമുട്ടുകളിൽ മുഖമമർത്തി കട്ടിലിരിക്കുകയായിരുന്നു അവൾ. കാൽപ്പെരുമാറ്റം കേട്ട് ഊർമിള തലയുയർത്തി നോക്കി. നനവു മാറാത്ത കണ്ണുകൾ. സങ്കടപ്പെടരുതെന്ന് ഞാൻ പറയുന്നില്ല ഏടത്തി. പക്ഷേ സകല സമയവും ഇങ്ങനെ മുറിയടച്ച് അകത്തിരിക്കുന്നത് നല്ലതല്ല. എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറണം. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, ദേവദത്തൻ പറഞ്ഞു. ഊർമിളയുടെ കണ്ണുകളിലൂടെ കണ്ണീരൊഴുകാൻ തുടങ്ങി. ആർക്കു വേണ്ടി ഇനി ഞങ്ങൾ ചിലരൊക്കെ ജീവിച്ചിരിപ്പില്ലേ? അത് മറന്നുപോയോ ഏടത്തി? സന്ധ്യയായപ്പോൾ ഊർമിള കുളിച്ച് വേഷം മാറി മുറ്റത്തു വന്ന് നിൽക്കുന്നത് ദേവദത്തൻ കണ്ടു. സഞ്ചയനം കഴിഞ്ഞാൽ ഊർമിളയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അവർക്ക് ഉദ്ദേശമുണ്ടെന്ന് തോന്നുവാ ദേവ. വിശാലാക്ഷിയമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായേ. പിറ്റേ ദിവസം ദേവദത്തനോട് അമ്മ പറഞ്ഞു. അമ്മ സമ്മതിച്ചോ? ദേവദത്തൻ ചോദിച്ചു. സമ്മതിക്കുമെന്ന് നീ വിചാരിച്ചോ? എൻ്റെ ഒരു മകനെ മരിച്ചിട്ടുള്ളൂ. ഇനി ഒരാൾ കൂടി കല്യാണം കഴിക്കാൻ ഇവിടുണ്ട്. ഊർമിളയെ ഞങ്ങൾക്ക് വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ദേവ. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ ദേവൻ ഞെട്ടിപ്പോയി. അധ്യായം 37. അമ്മയോട് എന്തു പറയണമെന്ന് ദേവദത്തന് അറിയില്ലായിരുന്നു. അയാൾക്ക് നിരാശയും സങ്കടവും അനുഭവപ്പെട്ടു. ശരിക്കും ആലോചിക്കാതെയാണ് അമ്മ ഇക്കാര്യം വിശാലാക്ഷി അമ്മയോട് പറഞ്ഞത്. അത് പാടില്ലായിരുന്നു. തന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവാൻ എന്താ ദേവ ഇതിലുള്ളത്? ദാസൻ പോയി എന്നത് നേര് തന്നെ. എന്നാലും ഊർമിള ഇനി നമ്മുടെ കുട്ടിയാ. അവളുടെ വയറ്റിൽ ദാസന്റെ കുഞ്ഞു വളരുവല്ലേ. അന്യ വീട്ടിലേക്ക് ഇനി അവളെ വിടാൻ പറ്റുമോ ദേവ? പത്മാവതിയമ്മ ചോദിച്ചു. ആര് പറഞ്ഞു ഏടത്തിയമ്മയെ നമ്മൾ അന്യ വീട്ടിലേക്ക് വിടാൻ പോവുകയാണെന്ന്? ഇത് ഏടത്തിയുടെ വീടല്ലേ. ഏടത്തിക്ക് ഇവിടെ കഴിയാമല്ലോ. ജീവിതകാലം മുഴുവൻ അവളിവിടെ വിധവയായി കഴിഞ്ഞോട്ടെന്നാണോ നീ പറയുന്നത്? എന്നല്ലമ്മേ ഞാൻ ഉദ്ദേശിച്ചത്. താല്പര്യമുണ്ടെങ്കിൽ ഏടത്തി വേറെ വിവാഹം കഴിക്കണം. അതിന് നമ്മൾ മുൻകൈ എടുക്കുകയും വേണം. നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തിരക്ക് കൂട്ടാൻ സമയമായില്ലല്ലോ. ഇപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഏടത്തിയോട് സംസാരിക്കാൻ പാടില്ല. അത് ക്രൂരതയാണ്. അവർ ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ദേവ? അവളെ കല്യാണം കഴിപ്പിക്കണം. അതുതന്നെ ഞാനും പറയുന്നത്. നമ്മുടെ ദാസന്റെ കുഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വളരണോ അതോ അന്യനൊരാളുടെ സംരക്ഷണയിൽ കഴിയണോ? എന്താണ് നിന്റെ അഭിപ്രായം? അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ദേവദത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു.
എന്തു പറയണമെന്നറിയാതെ അയാൾ നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ഒരേയൊരു വഴിയേ കാണുന്നുള്ളൂ. നിന്നേക്കാൾ പ്രായക്കുറവല്ലേ ഊർമിളയ്ക്ക്? നിറദീപവുമായി വലതുകാൽ വെച്ച് കുടുംബത്ത് വന്ന് കയറിയ ഒരു സാധു പെൺകുട്ടിയാണവൾ. കണ്ണീരോടെ അവളെ ഈ പടിയിറക്കി വിടണമെന്നാണോ ദേവ നീ പറയുന്നത്? അമ്മ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ ഒന്നുകൂടി ആലോചിക്കാതെ എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല. തൽക്കാലം അമ്മ ആരോടും ഇക്കാര്യം സംസാരിക്കരുത്. ഞാൻ ആരോടും പറയുന്നില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. അതിനുവേണ്ടി മുൻകൂട്ടി ഞാൻ സൂചിപ്പിച്ചെന്നേയുള്ളൂ. ദേവദത്തൻ ഒന്നും പറഞ്ഞില്ല. പത്മാവതി അമ്മ കൂടുതലൊന്നും സംസാരിക്കാതെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. തളർച്ചയോടെ ദേവദത്തനിരുന്നു. വീണ്ടും മനസ്സമാധാനം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് അമ്മ ചെയ്തത്. അമ്മയുടെ വാദം ശരി തന്നെ, ആഗ്രഹവും ന്യായം. പക്ഷേ വിഷാദഭരിതമായ മന്ദഹാസത്തോടെ അപ്പോൾ താര അയാളുടെ മനസ്സിലേക്ക് മെല്ലെ കയറി വന്നു. താരയോട് എന്തു സമാധാനം പറയും? ദേവദത്തൻ എന്ന ചെറുപ്പക്കാരനിൽ ജീവിതം കണ്ടെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നവളാണ് താര. മറ്റാരേക്കാളധികം തന്നെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. തനിക്കു വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറുമാണ്. ഒരു പെണ്ണിൻ്റെ കണ്ണീരൊപ്പാൻ മറ്റൊരു പെണ്ണിനെ നിരാശയുടെ കാണാക്കയത്തിലേക്ക് തള്ളിയിടുന്നത് ശരിയാണോ? അതിലെന്ത് ന്യായമാണ് ഉള്ളത്? എന്ത് യുക്തിയാണുള്ളത്? തെറ്റ് തൻ്റേതാണെന്ന് ദേവദത്തന് തോന്നി. താരയെക്കുറിച്ച് അമ്മയ്ക്ക് നേരത്തെ അറിവ് കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. ഉച്ചവരെ പലതും ആലോചിച്ച് ദേവദത്തൻ കിടന്നു. സുഭദ്ര വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. കൊച്ചേട്ടൻ എഴുന്നേറ്റ് വരൂ, മണി 1 കഴിഞ്ഞു. ഞാൻ ചോറെടുത്തു വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ വേണ്ട സുഭദ്രേ. അതെന്താ? വിശപ്പില്ല. ദേവദത്തനെ നോക്കി അവൾ ഒരു നിമിഷം നിന്നു. എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെ കൊച്ചേട്ടാ? ഒന്നും കഴിക്കാതെ വെറുതെ ദുഃഖിച്ചിരുന്നാൽ എങ്ങനെ? മരിച്ചുപോയവർ തിരിച്ചു വരുമോ? മറ്റുള്ളവരെക്കാൾ എപ്പോഴും പ്രായോഗികമായി ചിന്തിക്കുന്ന കൊച്ചേട്ടൻ പോലും. എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല സുഭദ്രേ. അതാണ് നമ്മുടെ ദുരന്തവും. ഒക്കെ ശരിയാ. പക്ഷെ ജീവനുള്ള പ്രതിമ പോലെ ഇങ്ങനെ എല്ലാവരും ഇരുന്നാൽ പറ്റില്ലല്ലോ. ഏടത്തിയെ വിളിച്ചപ്പോൾ കൊച്ചേട്ടൻ കഴിക്കട്ടെ എന്നാ എന്നോട് പറഞ്ഞത്. ദേവദത്തൻ ചെന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ദാസന്റെ ഓഫീസിൽ നിന്ന് 2 സഹപ്രവർത്തകർ വന്നു. പ്രതാപനും ശശിയും. 2 പേരും സംഘടനാ ഭാരവാഹികളായിരുന്നു. അവർ അല്പനേരം സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറയാനാണ് അവർ വന്നത്. അത് കിട്ടിക്കഴിഞ്ഞാലേ ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയൊക്കെ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയൂ. ദാസിന് പകരം ജോലി കിട്ടാൻ വൈഫിന് അർഹതയുണ്ടല്ലോ. അതിനുള്ള അപേക്ഷയും കൊടുക്കണം. അത്രയും നേരത്തെ ജോലി കിട്ടും, പ്രതാപൻ പറഞ്ഞു. ഈ ആഴ്ച കഴിയട്ടെ. ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് വരാം, ദേവദത്തൻ പറഞ്ഞു. അതും മതി. ഓഫീസിൽ ഇത് സംബന്ധിച്ച് ഒരു കാലതാമസവും ഉണ്ടാവില്ല. അക്കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ശശി പറഞ്ഞു. ദാസന്റെ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുപ്പിച്ച് വർക്ക്ഷോപ്പിൽ കൊടുക്കണം. റിപ്പയർ ചെയ്ത് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നതാണ് നല്ലത്. ഐശ്വര്യമില്ലാത്ത വണ്ടിയെ അത്. ദേവദത്തൻ മൂളി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ പോകാൻ എഴുന്നേറ്റു. ബാറിൽ വെച്ച് നടത്തിയ പാർട്ടിയിൽ നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ദേവദത്തന്. ചോദിച്ചില്ല. എന്തിനാണ് വെറുതെ? അവരോടൊപ്പം അയാൾ ഗേറ്റ് വരെ ചെന്നു. ഊർമിളയെ പുറത്തേക്ക് കണ്ടതേയില്ല. അകത്ത് സംസാരം കേട്ടതുമില്ല. 5-ാമത്തെ ദിവസമായിരുന്നു സഞ്ചയനം. തലേ ദിവസം തന്നെ ശിവശങ്കരൻ നായർ എത്തി. കുറച്ച് ബന്ധുക്കൾ, പരിചയക്കാർ, സുഹൃത്തുക്കൾ. ബലിയിടുമ്പോൾ വളരെ പഴയ ഓരോർമ്മ ദേവദത്തൻ്റെ മനസ്സിലേക്ക് വന്നു. അച്ഛൻ്റെ മരണം. അന്ന് ഞാൻ വെറുമൊരു കുട്ടി. അസ്ഥി ശേഖരിച്ച് ചെറിയ മൺകുടത്തിലാക്കി ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ് തെക്കുവശത്തെ പറമ്പിലുള്ള 7 പാലയുടെ ചുവട്ടിൽ സ്ഥാപിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എല്ലാവരും കൂടി തളത്തിലിരിക്കുമ്പോഴാണ് ശിവശങ്കരൻ നായർ ഒരു കാര്യം അവതരിപ്പിച്ചത്. ഞങ്ങളിനി വീട്ടിലേക്ക് പോവുക ദേവദത്ത. ഊർമിളയെ കൂടി കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ദേവദത്തൻ്റെ അഭിപ്രായം? വരണമെന്ന് ഏടത്തി പറഞ്ഞോ? ഇല്ല. പക്ഷേ കുറച്ച് ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏടത്തി വന്നോട്ടെ. അവിടെയാകുമ്പം മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടിയേക്കും, ദേവദത്തൻ പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞാലോ ദേവ? അത് വെറുമൊരു ചോദ്യം മാത്രമല്ലെന്ന് ദേവദത്തന് മനസ്സിലായി. അയാൾ അമ്മയെയും വിശാലാക്ഷി അമ്മയെയും നോക്കി. ഭിത്തിയിൽ ചാരി ഊർമിളയും സുഭദ്രയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് വേണ്ടത് ചെയ്യണം. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അച്ഛാ, ദേവദത്തൻ പറഞ്ഞു. മോളെക്കുറിച്ചോർത്ത് ശിവശങ്കരൻ നായർക്ക് ഒരു മനക്ലേശവും വേണ്ട. അവളെ ഞങ്ങൾ ഒരു തരത്തിലും ഇനി കണ്ണീര് കുടിപ്പിക്കത്തില്ല.
സംഭവിച്ചത് സംഭവിച്ചു, അത് വിധിയെന്നല്ലാതെ. പത്മാവതി അമ്മ പറഞ്ഞു. എനിക്ക് അവളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പത്മാവതി അമ്മേ. അവളെൻ്റെ മോളായി പോയില്ലേ. സംഭവിച്ചത് വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. പക്ഷേ കഴുത്തിലിട്ട പൂമാല വാടും മുമ്പേ അദ്ദേഹത്തിന് തൊണ്ടയിടറി. ഊർമിളയെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോവാ ദേവദത്ത, വിശാലാക്ഷിയമ്മ പറഞ്ഞു. ദേവദത്തൻ അമ്മയെ നോക്കി. പത്മാവതി അമ്മ അയാളുടെ അഭിപ്രായത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഏടത്തി എന്തു പറയുന്നു? വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഊർമിളയോട് ദേവദത്തൻ ചോദിച്ചു. അച്ഛനും അമ്മയും പോവുക മോളെ, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? ശിവശങ്കരൻ നായർ ചോദിച്ചു. ഇല്ലച്ച, ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും പോവുകയില്ല, പതിഞ്ഞ സ്വരത്തിൽ എന്നാൽ ഉറച്ച മനസ്സോടെ ഊർമിള പറഞ്ഞു. പത്മാവതി അമ്മയുടെ മുഖത്ത് ഒരാശ്വാസഭാവം പ്രകടമായി. കുറച്ചു ദിവസം വീട്ടിൽ ചെന്ന് നിന്നാൽ അതൊരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമായി എടുത്തി അച്ഛൻ വിളിക്കുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ പോയിക്കോളൂ. 1-2 ആഴ്ച കഴിഞ്ഞ് ഞാനോ അമ്മയോ വന്ന് കൂട്ടിക്കൊണ്ടുവരാം, ദേവദത്തൻ പറഞ്ഞു. ഇത് ദാസേട്ടൻ്റെ വീടാ. ഇവിടെ ദാസേട്ടനുണ്ട്. ദാസേട്ടനുള്ള ഈ വീട്ടിൽ നിന്ന് പോയാൽ എനിക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. ഞാനിവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഊർമിള പറഞ്ഞു. നീ എങ്ങോട്ടും പോകണ്ട മോളെ, നിന്റെ വീടാണിത്, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പത്മാവതിയമ്മ പറഞ്ഞു. പിന്നെ ആരും അതേക്കുറിച്ച് സംസാരിച്ചില്ല. അല്പനേരം കൂടി ഇരുന്നിട്ട് ശിവശങ്കരൻ നായരും വിശാലാക്ഷി അമ്മയും യാത്ര പറഞ്ഞു പോയി. സന്ധ്യയായി. ഒരു ചൂരൽ കസേരയെടുത്ത് മുറ്റത്തിൻ്റെ കോണിൽ ചെന്ന് ഇട്ടിട്ട് ദേവദത്തനിരുന്നു. പിന്നിൽ തുളസിയും മന്ദാരവും വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തായിരുന്നു ഏഴിലം പാലയും അസ്ഥിത്തറയും. ദേവദത്തൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ 1 മാസം മുൻപുള്ള ആ രാത്രിയാണ് ഓർമ്മ വന്നത്. അന്ന് ദാസേട്ടനോടൊപ്പം മുറ്റത്ത് ഇതുപോലെ ഇരുന്ന് എത്ര നേരമാണ് സംസാരിച്ചത്. എന്തെല്ലാമാണ് ദാസേട്ടൻ പറഞ്ഞത്. ഏടത്തി പറഞ്ഞത് ശരിയാണ്. ദാസേട്ടൻ എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ എവിടെയോ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ചിലപ്പോൾ കുറേ നേരം കൂടി കഴിയുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ഗേറ്റ് കടന്നു വരും. ഉറയ്ക്കാത്ത കാൽവയ്പ്പുകളോടെ ഒരാൾ ആശങ്കയോടെ ഭൂമുഖത്തേക്ക് കയറി ചെല്ലും. ദേവദത്തൻ കണ്ണുകളടച്ച് പിന്നിലേക്ക് ചാരിയിരുന്നു. അപ്പോളാണ് സാരി ഉലയുന്ന നേർത്ത മർമ്മരം കേട്ടത്. തലയുയർത്തി നോക്കിയപ്പോൾ ഊർമിള. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, ദേവനിരുന്നുള്ളൂ. ഞാനൊരു കസേര എടുത്തുകൊണ്ടുവരാൻ മേടത്തി. വേണ്ട, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേയുള്ളൂ. നാളെ ദേവൻ തിരിച്ചു പോവുകയാണെന്ന് സുഭദ്ര പറഞ്ഞു. പോണം, വന്നിട്ട് ഒരാഴ്ചയായില്ലേ. പോയിട്ട് ഉടൻ തന്നെ ഞാൻ വരാം. ഊർമിള അല്പനേരം എന്തോ ആലോചിച്ചു നിന്നു. താലിമാലയൊഴികെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചിരുന്നു. ഇളം നിറത്തിലുള്ള കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. കുളി കഴിഞ്ഞ് മുടിത്തുമ്പ് കെട്ടിയിട്ടിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ദേവ. അഥവാ ഉത്തരം കിട്ടിയാലും തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അവ. ഊർമിള സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ദേവദത്തൻ ഒന്നും പറയാതെ ഇരുന്നു. വീട്ടിലേക്ക് പോകാൻ അച്ഛൻ വിളിച്ചപ്പോൾ പോകേണ്ടതായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? എത്ര നാൾ എനിക്കിങ്ങനെ ഇവിടെ താമസിക്കാൻ കഴിയും? ഒരു നാൾ ഞാനിവിടെ ഒരധികപ്പറ്റാകുമോ എന്നാണ് എനിക്കിപ്പോൾ ഭയം. ഏടത്തി അങ്ങനൊന്നും ചിന്തിക്കരുത്. സ്വന്തം വീട്ടിൽ ആരെങ്കിലും അധികപ്പറ്റാകുമോ? ഇത് ഏടത്തിയുടെ വീടാണ്. അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ഏടത്തി ഇവിടുന്ന് പോകാൻ ഞങ്ങളാരും അനുവദിക്കുകയില്ല. ഞാനിവിടുന്ന് പോകരുതെന്ന് ദേവൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. മതി, എനിക്ക് സമാധാനമായി ദേവ. കൂടുതലൊന്നും പറയാതെ ഊർമിള മെല്ലെ അകത്തേക്ക് കയറിപ്പോയി. അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചിട്ട് വരുമ്പോഴാണ് കൊച്ചേട്ടാ ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടത്. എനിക്കിപ്പോൾ ഒരു സംശയം. എന്താ നിന്റെ സംശയം? ഇനി കൊച്ചേട്ടൻ താരയോട് എന്തു പറയാനാ പോകുന്നത്? അവളുടെ സ്വരത്തിൽ ലേശം കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. നീ എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഇല്ല കൊച്ചേട്ടാ, പക്ഷേ കൊച്ചേട്ടൻ പറഞ്ഞത് ഏടത്തി തെറ്റിദ്ധരിച്ചു കാണും എന്നാണ് എൻ്റെ ഭയം. അതിന് സാധ്യതയുണ്ടെന്ന് അപ്പോൾ ദേവദത്തനും തോന്നി. അധ്യായം 38. അന്ന് ബുക്ക് ഹൗസിലേക്ക് പോകാൻ താരയ്ക്ക് തോന്നിയില്ല. നല്ല ക്ഷീണമുണ്ടായിരുന്നു, മനസ്സിനും ശരീരത്തിനും. അത് കാരണം ഉണർന്നിട്ടും അവൾ വെറുതെ കിടന്നു. തലേരാത്രി വളരെ വൈകിയാണ് ദേവദത്തൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. മരിച്ച വീട്ടിൽ പോയിട്ട് വരികയായിരുന്നതുകൊണ്ടാകാം കാറിൽ എല്ലാവരും നിശബ്ദരായിരുന്നു. രമേശ് ടൗണിലിറങ്ങി. താരയെയും ശാലിനിയെയും വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഭാനുചന്ദ്രൻ പോയത്. സരസ്വതി ചിറ്റ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണോ മോളെ നിങ്ങൾ വന്നത്? താരയോട് ചിറ്റ ചോദിച്ചു. ഉവ്വ്. എങ്ങനെയായിരുന്നു സംഭവം? ശാലിനിയാണ് എല്ലാം പറഞ്ഞത്. വേഷം പോലും മാറാതെ താര മുറിയിൽ ചെന്ന് കിടക്കുകയായിരുന്നു. ഒരിക്കൽ മാത്രം കണ്ട ദാസേട്ടൻ എത്രയോ കാലത്തെ പരിചയമുള്ളതുപോലെയായിരുന്നു.
ദേവേട്ടൻ്റെ സംസാരങ്ങളിലെ ഒരു പ്രധാന കഥാപാത്രം എന്നും ദാസേട്ടനായിരുന്നു. പൊടുന്നനെ ഏകനാക്കപ്പെട്ടതുപോലെയായിരുന്നു ദേവേട്ടൻ. കണ്ണുകളിൽ ഒരു ശൂന്യഭാവം. ഇനി ദേവേട്ടനെ കാണാൻ എത്ര ദിവസം കഴിയണം? വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് താര എഴുന്നേറ്റു. ശാലിനി ചേച്ചിയായിരുന്നു. ചേച്ചി കുളി കഴിഞ്ഞ് വേഷം മാറിയിരിക്കുന്നു. താര, ഇന്ന് ബുക്ക് ഹൗസിലേക്ക് പോകുന്നില്ലേ? നല്ല സുഖം തോന്നുന്നില്ല ചേച്ചി. പോകുന്നില്ലെങ്കിൽ പോകണ്ട. പക്ഷേ മണി എത്രയായെന്ന് കണ്ടോ? 8. താരയെ ചായ കുടിക്കാൻ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അമ്മ ബഹളമുണ്ടാക്കുന്നു. താര ഒന്നും പറയാതെ നിന്നു. എന്താ, വിശപ്പില്ലേ? ഇല്ലെന്ന് താര തലയാട്ടി. ശാലിനി അവളുടെ ചുമലിൽ കൈവച്ചു. താരയ്ക്ക് എന്തു പറ്റി? ദേവദത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം താരയെയും വല്ലാതെ വിഷമിപ്പിച്ചു അല്ലേ? മരണം വേർപാടാണ്. വേർപാട് വേദനയും. ദാസനെ താരയ്ക്ക് പരിചയമുണ്ടായിരുന്നോ? ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ചേച്ചി. ദാസേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്ന്. മരിച്ചവർ പോയി, അവർ ഒന്നും അറിയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയോ? താര ചോദിച്ചു. ശരിയാണ്. ഊർമിളയെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല താരെ. വെറും 3 മാസത്തെ ദാമ്പത്യം, അപ്പോഴേക്കും വിധവ. അതിന് തക്ക എന്ത് പാവമാണ് ആ കുട്ടി ചെയ്തത്. അവർ നിശബ്ദരായി അല്പനേരം നിന്നു. സരസ്വതി ചിറ്റ അവിടേക്ക് വന്നു. താര ഇന്ന് പോകുന്നില്ലേ മോളെ? ചിറ്റ ചോദിച്ചു. പോകുന്നു ചിറ്റേ, താര പറഞ്ഞു. ശാലിനി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്? പോകാൻ ചേച്ചി, അതാണ് നല്ലത്. ഇവിടെ ഇരുന്നാൽ സമയം പോകില്ല. ടൂത്ത് ബ്രഷിൽ പേസ്റ്റ് എടുത്തുകൊണ്ട് താര കുളിമുറിയിലേക്ക് പോയി. മരിച്ചുപോയ ആ കൊച്ചൻ്റെ ഭാര്യയ്ക്ക് എത്ര പ്രായം കാണും താരെ? 10-23 വയസ്സ് കാണും അമ്മേ, ശാലിനിയാണ് പറഞ്ഞത്. അവർ വേറെ കല്യാണം കഴിപ്പിക്കുമോ ആ കുട്ടിയെ? അല്ലെങ്കിൽ കഷ്ടമാണ്. അതെ, അതാണ് വേണ്ടത്. ഒരു മുഴുവൻ ജീവിതം ബാക്കി കിടക്കുകയാണ്, ശാലിനി പറഞ്ഞു. അതുതന്നെയായിരുന്നു താരയുടെയും അഭിപ്രായം. പക്ഷേ എല്ലാം മറന്ന് മറ്റൊരാളെ സ്വീകരിക്കുവാൻ ആ ഏടത്തിക്ക് കഴിയുമോ? കഴിയണം. താരയും ശാലിനിയും ഒന്നിച്ചാണ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയത്. താര ബുക്ക് ഹൗസിൽ ചെന്നപ്പോൾ ഭാനുചന്ദ്രൻ എത്തിയിട്ടില്ല. തലേ ദിവസത്തെ തപാൽ മേശപ്പുറത്ത് തുറക്കാതെ കിടപ്പുണ്ടായിരുന്നു. താര അവ ഓരോന്നായി പൊളിച്ചു നോക്കി. ഭാനുചന്ദ്രൻ കാണേണ്ടവ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വെച്ചു. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. താര വേഗം റിസീവർ എടുത്തു. വനിതാ ബുക്ക് ഹൗസല്ലേ? ഒരു സ്ത്രീ സ്വരം. കൗസല്യദേവിയുടെ ശബ്ദം അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അമ്മയാണോ? താര ചോദിച്ചു. നീയാണോ താരെ? ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചിരുന്നു. നീ ഏതോ മരണ വീട്ടിൽ പോയിന്നാണ് അവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞത്. ആരാ മരിച്ചത്? ഒരു ഫ്രണ്ടിൻ്റെ സഹോദരനാണമ്മേ, താര തെളിച്ചു പറഞ്ഞില്ല. നീ എന്നാ താരെ ഇനി ഇങ്ങോട്ട് വരുന്നത്? എപ്പോൾ വേണമെങ്കിലും വരാം. എന്താ അമ്മേ കാര്യം? ഒരു കാര്യമുണ്ട്. ഞായറാഴ്ച വരാൻ പറ്റില്ലേ നിനക്ക്? വരാം. എന്താണ് കാര്യമെന്ന് താരയ്ക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ CR കൊണ്ടുവന്ന ആ വക്കീലിൻ്റെ കല്യാണാലോചന വീണ്ടും. പക്ഷേ 6 മാസം കഴിയാൻ ഇനിയും സമയമുണ്ടല്ലോ. ചന്ദ്രമതിയും വേണുഗോപാലും വന്നുപോയിട്ട് എത്ര നാളായി? ഞായറാഴ്ച വരില്ലേ നീ? വീണ്ടും കൗസല്യദേവി ചോദിച്ചു. വരാം അമ്മേ. കൂടുതലൊന്നും പറയാതെ അവർ ഫോൺ വെച്ചു. പിന്നെ താര അതേക്കുറിച്ച് മറന്നു. വിരസത നിറഞ്ഞതായിരുന്നു അടുത്ത ദിവസങ്ങൾ. മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന വിഷാദം. ദേവദത്തൻ്റെ അഭാവം. ആ ശനിയാഴ്ച രാവിലെ ഭാനുചന്ദ്രനോട് അനുവാദം വാങ്ങി താര ബസ്സിലേക്ക് കയറി. വീട്ടിൽ ചെന്നപ്പോൾ മണി 2 കഴിഞ്ഞു. കൗസല്യദേവി വീട്ടിലുണ്ടായിരുന്നില്ല. കൗസല്യ ചേച്ചി രാവിലെ പോയതാ താരമോളെ. ഉച്ചയ്ക്ക് വരേണ്ടതാ, പക്ഷെ ഇതുവരെ വന്നില്ല, ദേവകി പറഞ്ഞു. താര ബാഗ് മുറിയിൽ കൊണ്ടുവച്ചു. മോൾ വല്ലതും കഴിച്ചോ? പിന്നാലെ വന്ന് ദേവകി ചോദിച്ചു. ഇല്ല ദേവകി. എന്നാൽ വാ, ചോറ് വിളമ്പാം. താര ചെന്നപ്പോഴേക്കും ദേവകി ചോറ് എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. താര ഊണ് കഴിക്കാനിരുന്നപ്പോൾ ദേവകി അടുത്തു വന്നു നിന്നു. മോൾ ഒരു കള്ളിയാ, എനിക്കെല്ലാം മനസ്സിലായി, ചിരിച്ചുകൊണ്ട് ദേവകി പറഞ്ഞു. എന്താ ദേവകി? ഒരാളുമായി സ്നേഹത്തിലല്ലേ? എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ദേവകി എങ്ങനെ അറിഞ്ഞു? കഴിഞ്ഞ ആഴ്ച ആളിവിടെ വന്നായിരുന്നു. കൗസല്യ ചേച്ചിയുമായി ചിലതൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴാ ഞാൻ അറിഞ്ഞേ. ദേവേട്ടൻ വന്നതെന്തിനാണെന്ന് ദേവകിക്ക് മനസ്സിലായിരിക്കുന്നു. ആളിനെ കണ്ടിട്ട് എങ്ങനുണ്ട്? താര കൗതുകത്തോടെ ചോദിച്ചു. എനിക്കിഷ്ടമായി താരമോളെ. അന്ന് വന്ന വക്കീലിനേക്കാൾ കൊള്ളാം. പക്ഷേ കണ്ടിട്ട് ഏതാണ്ട് സങ്കടമുള്ളതുപോലെ മുഖം. താടി വളർത്തിയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞില്ല. അവർ തമ്മിൽ സംസാരിക്കുന്നത് കല്യാണക്കാര്യമാണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. എല്ലാം ഒന്നും ഞാൻ കേട്ടില്ല. മോളുടെ ആളെ പിന്നെ കണ്ടില്ലേ? കണ്ടു. നടക്കുമോ? പ്രയാസമാ ദേവകി. പെട്ടെന്ന് ദേവകിയുടെ മുഖം മങ്ങി. അവൾ എന്തോ ആലോചനയിലാണ്ടു നിന്നു.
സിയാർ ഇപ്പോഴിവിടെ വരാറുണ്ടോ ദേവകി? താര ചോദിച്ചു. ചിലപ്പോഴൊക്കെ. പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. താര ദേവകിയെ നോക്കി. കൗസല്യ ചേച്ചിയാ. അമ്മ രാജേന്ദ്രനോട് എന്തോ സംസാരിക്കുന്നത് കേട്ടു. ഊടുമുറിയിലേക്ക് അമ്മ വരുമെന്നാണ് താര വിചാരിച്ചത്. പക്ഷേ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. മോൾ വന്നത് അറിഞ്ഞു കാണത്തില്ല. ഞാൻ ചെന്ന് പറയാം, ദേവകി പറഞ്ഞു. വേണ്ട ദേവകി, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഊണ് അവസാനിപ്പിച്ച് താര എഴുന്നേറ്റു. മുകളിലേക്ക് കയറി ചെന്നപ്പോൾ കൗസല്യാദേവിയുടെ മുറി അടഞ്ഞുകിടക്കുന്നു. താര ഒന്ന് സംശയിച്ചു നിന്നു. അമ്മ ഉച്ചമയക്കത്തിന് കിടന്നു കാണും. ഇനിയിപ്പോൾ വിളിക്കണ്ട. അവൾ താഴേക്കിറങ്ങി. ഔട്ട് ഹൗസ് അടഞ്ഞുകിടക്കുന്നു. അപ്പു അമ്മാവൻ സ്ഥലത്തില്ലായിരിക്കും. താരയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കത്രീന ചേച്ചിയുടെ വീട്ടിലേക്ക് പോയാലോ? ജോയി ഉണ്ടെങ്കിൽ അയാളുടെ തമാശകൾ കേട്ട് ഇരിക്കാം. പക്ഷേ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അവൾ ദേവകിയുടെ അടുത്തേക്ക് ചെന്ന് വെറുതെ സംസാരിച്ചിരുന്നു. 3:30 ദേവകി ചായയുണ്ടാക്കി. 4 മണിക്ക് അമ്മയ്ക്ക് ചായ കിട്ടിയിരിക്കണം. 2 കപ്പുകളിലേക്ക് ദേവകി ചായ പകർന്നു. ഇങ്ങ് തരൂ, ഞാൻ കൊണ്ടുകൊടുക്കാം, താര പറഞ്ഞു. ട്രെയിൽ 2 ചായയുമായി അവൾ മുകളിലേക്ക് പോയി. അപ്പോൾ ഉറക്കമുണർന്ന് അഴിച്ചിട്ട് മുടിക്കുള്ളിലൂടെ വിരലൊടിച്ച് കൗസല്യാദേവി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. നീ എപ്പം വന്നു താരേ? 2 മണിയായപ്പം വന്നമ്മേ. അമ്മ വന്നപ്പം ഞാൻ ഊണ് കഴിക്കുകയായിരുന്നു. കിടന്നു കാണുമെന്ന് വിചാരിച്ച വിളിക്കാഞ്ഞേ. 1 കപ്പ് ചായ കൗസല്യാദേവി എടുത്തു. മറ്റേത് താരയും കുടിച്ചു. ബാൽക്കണിയിൽ ഒരു ചൂരൽ കസേര കിടപ്പുണ്ടായിരുന്നു. കൗസല്യാദേവി അതിലിരുന്നു. കൈവരിയിൽ ചാരി താര നിന്നു. നീ നാളെയേ വരുമെന്ന ഞാൻ വിചാരിച്ചത്. ചായ ഒന്ന് മൊത്തിയിട്ട് അവർ പറഞ്ഞു. വരണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. അതാ നേരത്തെ ഇങ്ങ് പോന്നത്. ദേവദത്തൻ എന്നെ കാണാൻ ഇവിടെ വന്ന കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ. അവൾ തല കുലുക്കി. നിനക്ക് അങ്ങനെയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അക്കാര്യം എന്നോട് നേരത്തെ പറയാമായിരുന്നു. സമയമാകട്ടെ എന്ന് വിചാരിച്ചാണ്. വേറെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണോ സമയം ഒത്തുവന്നത്? അമ്മയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പഠിക്കാൻ വേണ്ടിയാണെന്നാണ് നീ അപ്പോൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇക്കാര്യമായിരുന്നമ്മേ. ഇങ്ങനെയൊരാഗ്രഹം നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നീട്ടിവെച്ചത്? ദേവേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചാണ്. എന്നിട്ടത് കഴിഞ്ഞോ? കഴിഞ്ഞു. 3 മാസം മുൻപ്. എന്ന് മാത്രമല്ല, ആദ്യം അമ്മ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാനൊരു മരണം അന്വേഷിച്ച് പോയിന്നല്ലേ പറഞ്ഞത്. ദേവേട്ടൻ്റെ ഈ ജ്യേഷ്ഠനാണ് മരിച്ചത്, ബൈക്ക് ആക്സിഡൻറ്റിൽ. ഒന്നും പറയാതെ കൗസല്യാദേവി അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. പോരുമ്പോൾ നീ ദേവദത്തിനെ കണ്ടിരുന്നോ? ഇല്ല, ചേട്ടൻ്റെ മരണം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. കൗസല്യാദേവി എന്തോ ആലോചിച്ച് അല്പനേരം ഇരുന്നു. നിന്റെ കല്യാണത്തെക്കുറിച്ച് പറയാനാണ് താരെ നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് നേരത്തെ പറയാമായിരുന്നു. എങ്കിൽ ഞാൻ വേറെ കല്യാണം ആലോചിക്കില്ലായിരുന്നു. താരയ്ക്ക് അമ്മ പറഞ്ഞതിൽ ഒട്ടും വിശ്വാസം തോന്നിയില്ല. ദേവേട്ടനോട് അമ്മ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ശരിയാണ്, ദേവദത്തിനോട് ഞാൻ വേറെന്ത് പറയും? വെറുതെ ആശ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. വേണുഗോപാലും ചന്ദ്രമതിയും വന്നപ്പോൾ ഞാൻ അവരോട് ആ കല്യാണം നടത്താൻ തയ്യാറാണെന്ന് വാക്കുകൊടുത്തതാണ്. 6 മാസത്തെ സമയം ചോദിച്ചപ്പോൾ അതും സമ്മതിച്ചതാണ്. ഇനി വാക്കു മാറുന്നത് ശരിയാണോ താരെ? താര ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇനി അങ്ങോട്ടൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ അവർ അറിയിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? വിശ്വസിക്കാനാവാതെ താര ചോദിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന പല ഗുണങ്ങളും ദേവദത്തിനില്ല. പക്ഷേ വേണുവിനില്ലാത്ത ചില ഗുണങ്ങൾ ദേവദത്തിനുണ്ട്. നിന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ. അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനാണ് താരയ്ക്ക് അപ്പോൾ തോന്നിയത്. പക്ഷേ വികാരമടക്കി അവൾ കൈവരിയിൽ ചാരി നിന്നതേയുള്ളൂ. കൗസല്യാദേവി എഴുന്നേറ്റ് ചെന്ന് അവളുടെ മുടിയിൽ തലോടി. പക്ഷേ ദേവദത്തിനോട് ഇപ്പോൾ ഇക്കാര്യമൊന്നും പറയണ്ട. തന്നെയുമല്ല, വീട്ടിലൊരു മരണമുണ്ടായ സ്ഥിതിക്ക് ഉടനെ കല്യാണം നടക്കാനും സാധ്യതയില്ലല്ലോ. അമ്മേ, അവൾ തേങ്ങിപ്പോയി. നിനക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല. നിന്റെ ഭാഗത്തും ചെറിയ ഒരു തെറ്റുണ്ട്. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കുരുക്കിൽ അകപ്പെടില്ലായിരുന്നു. എന്തൊക്കെയായാലും വിധി പോലെയല്ലേ വരൂ. തിങ്കളാഴ്ചയാണ് താര തിരിച്ചു പോയത്. ഉച്ചകഴിഞ്ഞ് ഷോറൂമിലെ ക്യാഷ്യർ ലീവിലായിരുന്നതുകൊണ്ട് താരയ്ക്ക് അവിടെ ചെന്നിരിക്കേണ്ടി വന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുസ്തകക്കടയിലേക്ക് കയറി വന്നു. അവളെ ശ്രദ്ധിക്കാതെ അയാൾ പുസ്തകങ്ങൾ തിരയാൻ തുടങ്ങി. എവിടെ വെച്ചോ കണ്ടു മറന്ന മുഖമായിരുന്നു അയാളുടേത്.
പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അവൾക്ക് ആളിനെ ഓർമ്മ വന്നു. വേണുഗോപാൽ. എന്തു ചെയ്യണമെന്നറിയാതെ താര തരിച്ചിരുന്നു. അടുത്ത ഭാഗം നാളെ.